അസിസ്റ്റൻ്റ് എഡിറ്റർ SR ലാൽ, മലയാളത്തിലെ പ്രിയങ്കരനായ കഥയെഴുത്തുകാരനും നോവലിസ്റ്റുമാണ്. വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കൃതികളുടെ കർത്താവായ SR ലാലിന് സ്നേഹമാണ്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ പറയേണ്ടത് പറഞ്ഞ് അവസാനിപ്പിക്കാം. 2002 ഞാൻ തിരുവനന്തപുരത്ത് പാളയത്ത് നിന്നും സ്റ്റാച്യൂയിലേക്ക് നടക്കുകയായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ മുമ്പിലെത്തുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ എന്നെ വഴിയിൽ പിടിച്ച് നിർത്തി. എന്നിട്ട് ചോദിച്ചു, ഇന്ന ആളല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറയാതെ എനിക്ക് ആളിനെ അറിയാം, എന്നെ അറിയാമെന്നുള്ളത് എനിക്ക് എപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് എന്നോട് ചോദിച്ചു, താങ്കളുടെ ഒരു പുസ്തകം ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ആദ്യത്തെ പുസ്തകമാണ്. രാജുവേട്ടൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പുസ്തകം വന്നാൽ പോരാ, നമുക്കതിൻ്റെ ഒരു പ്രകാശനം വെക്കണമെന്ന് പറഞ്ഞു. എനിക്ക് സത്യത്തിൽ തിരുവനന്തപുരമായിട്ട് അങ്ങനെ വലിയ ബന്ധങ്ങളൊന്നുമില്ല. ഞാനൊരു കോഴിക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് നഗരത്തിലേക്ക് പഠിക്കാൻ വരികയും വളരെ പരിമിതമായ ബന്ധങ്ങളുള്ള ഒരാളായിരുന്നു. അദ്ദേഹം പറയും, ഞാൻ പ്രകാശനം നടത്തുന്നത് പരിധിയുടെ പേരിൽ, പരിധിയല്ല പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്, കറണ്ട് ബുക്സാണ്. അദ്ദേഹം പറയുന്നു, നിൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശനം ഞാൻ നടത്തും പരിധിയുടെ പേരിൽ. അദ്ദേഹം പിറ്റേന്ന് തൊട്ട് എന്നെ അങ്ങോട്ട് വിളിക്കലായി, വീട്ടിലേക്ക് വിളിച്ചു, തിരുവനന്തപുരത്തേക്ക് വരാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി പടിഞ്ഞാറേക്കോട്ടയുള്ള റിപ്രോഗ്രാഫിക്സ് സെൻ്ററിലേക്ക് പോയി. അവിടെ അദ്ദേഹമാണ് മാറ്ററൊക്കെ എഴുതുന്നത്. ആരൊക്കെ പങ്കെടുക്കണമെന്ന് എന്നോട് ചോദിച്ചു. കടമ്മനട്ട സാറ് പുസ്തകം പ്രകാശനം ചെയ്തു. പിറപ്പങ്കോട് മറ്റേ സാർ അതിൽ പങ്കെടുത്തു. ഡോക്ടർ KS രവികുമാർ, CR പ്രസാദ് സാറ്, ലളിതാലയം ടീച്ചർ, ഇവർ അതിൽ സംസാരിക്കും. അങ്ങനെ വളരെ മനോഹരമായ അന്നത്തെ ഒരു പാച്ച്മെൻ പേപ്പർ, മഞ്ഞ നിറത്തിലുള്ള ഒരു പേപ്പറിൽ പരിധിയുടെ ബാനറിൽ ആദ്യത്തെ നോട്ടീസ് അച്ചടിച്ചു. എന്നിട്ട് തിരുവനന്തപുരത്ത് 2002 മാർച്ച് 9 OMCA ഹാള്, എല്ലാത്തിനും അദ്ദേഹം വരികയാണ്. ഹാള് ബുക്ക് ചെയ്തു. എന്നിട്ട് പ്രകാശന ചടങ്ങ് നടത്തി. എന്നെ ഒരു വിധത്തിലും പരിഗണിക്കേണ്ട ഒരാളായിരുന്നില്ല M. രാജീവ് കുമാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ. ഞാനന്ന് വളരെ കുറച്ച് കഥകൾ മാത്രം എഴുതിയിരുന്ന ഒരാൾ, ആദ്യമായി ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ഒരാളിനെ കൊണ്ട് തിരുവനന്തപുരത്ത് ഒരു ചടങ്ങ് സംഘടിപ്പിച്ച എൻ്റെ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച രാജീവേട്ടനാണ് ഈ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിനോട് അന്നു മുതൽ അദ്ദേഹത്തിന് എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനായി ഉറപ്പുണ്ട്. പിന്നീട് ഗ്രന്ഥാലോകം മാസികയിൽ യഥാർത്ഥത്തിൽ ഇദ്ദേഹം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഓർമ്മകളുടെ വലിയൊരു ശേഖരമാണ്. തിരുവനന്തപുരത്തിൻ്റെ ഓർമ്മകൾ 15-ാം വയസ്സ് മുതൽ തിരുവനന്തപുരത്തെ സാഹിത്യ ജീവിതത്തോടൊപ്പം സഞ്ചരിച്ച ഒരാളാണ്. കടമ്മനിട്ടയുടെ ആദ്യത്തെ കാവ്യോത്സവം എന്ന് പറയില്ലെങ്കിൽ ആദ്യത്തെ കവിതയുടെ അവതരണം മുതൽ, നരേന്ദ്രപ്രസാദൻ സാറിൻ്റെ വീട്ടിൽ വെച്ച് കവിത ചൊല്ലിയത് മുതൽ, മാധവിക്കുട്ടി തിരുവനന്തപുരത്ത് താമസിക്കാൻ വരുമ്പോഴുള്ള അത്ഭുതകരമായ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഞെട്ടിപ്പോകുന്ന ചില വസ്തുതകളുടെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ ശേഖരത്തിലുണ്ട്. മാധവിക്കുട്ടിയുടെ ഭർത്താവ് മരിച്ചു കിടക്കുമ്പോൾ മാധവിക്കുട്ടി സമീപത്ത് നിലത്ത് കിടക്കുന്നതും പാതിരാത്രിയാകുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ജീവൻ വച്ചു എന്ന് പറഞ്ഞിട്ട് വിഭ്രാന്തി പ്രകടിപ്പിച്ചതുമായിട്ടുള്ള ഒരു ഓർമ്മ അദ്ദേഹം പറയുന്നു. മാധവിക്കുട്ടിയിലെ വീട്ടിലെ വിരിച്ചിരുന്ന മനോഹരമായ കാർപ്പറ്റിനെ കുറിച്ച് കവിത എഴുതിയിട്ട് ആ കാർപ്പറ്റ് അടിച്ചുകൊണ്ടുപോയ കവിയെപ്പറ്റി അദ്ദേഹം പറയുന്നു. ഒരു പട്ടത്ത് താമസിച്ച ഒരു സ്ത്രീ അവർക്ക് കഥ പ്രസിദ്ധീകരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം കൊണ്ട് മാധവിക്കുട്ടിയുടെ അടുത്തെത്തുമ്പോഴത്തേക്ക് മാധവിക്കുട്ടി പറഞ്ഞത്രേ, നീ എൻ്റെ പേരിൽ കഥ എഴുതിക്കുമെന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ കഥ എഴുതുകയും മാധവിക്കുട്ടിയുടെ പേരിൽ ചെയ്തു വന്നതിൻ്റെ കഥ. നല്ല മദ്യപാനികളായ കടമ്മനിട്ടയോടും കാക്കനാടനോടും സഞ്ചരിക്കുമ്പോഴത്തേക്ക് നീ കൂടി വാന്ന് പറഞ്ഞിട്ട് മദ്യപിക്കാത്ത രാജീവ് കുമാറിനെ കൊണ്ടുപോയിട്ട് എന്നെ എന്തിനു കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ബോധമുള്ള ഒരുത്തൻ ഞങ്ങളുടെ കൂട്ടത്തിൽ വേണമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടുപോയതിൻ്റെ കഥ. അങ്ങനെ കഥകളുടെ, തിരുവനന്തപുരത്തിൻ്റെ ഓർമ്മകളുടെ വലിയൊരു സഞ്ചയമാണ്. ഗ്രന്ഥശാലാ സംഘത്തിൻ്റെ ഹാളിൽ വെച്ച് കഥകളുടെ സായാഹ്നം നടത്തുമ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള സംവിധായകൻ പ്രിയദർശൻ വന്നവിടെ കഥ വായിച്ചതിൻ്റെ ഓർമ്മ. തൃശ്ശൂരിൽ നിന്നും ലോഹിതദാസ് ട്രെയിനിൽ കയറി കഥ വായിക്കാനായി മാത്രം തിരുവനന്തപുരത്ത് വന്നതിൻ്റെ ഓർമ്മ. അങ്ങനെ ഓർമ്മകളുടെ വലിയൊരു ശേഖരമുള്ള മനുഷ്യനാണ് M. രാജീവ് കുമാർ എന്ന് പറയുന്ന ഈ ജ്യേഷ്ഠ സുഹൃത്ത്. അദ്ദേഹത്തിൻ്റെ കൊണ്ട് പലപ്പോഴും ഇത്തരം ഓർമ്മകൾ എഴുതിച്ച് വായിക്കാനും ചില ക്രൂരമായ, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് വേദന തോന്നുന്ന ചില
സർക്കാരിൻ്റെ പ്രസിദ്ധീകരണമായതുകൊണ്ട് ചിലതൊന്നും പ്രസിദ്ധീകരിക്കാൻ വയ്യാത്തതുകൊണ്ട് അടിച്ചു എന്നുള്ളതിനെ അടിക്കാൻ പോയി എന്നൊക്കെ മാറ്റി ചില മാറ്റങ്ങളൊക്കെ വരുത്താനുള്ളൊരു സ്വാതന്ത്ര്യം ഒരു അന്യൻ എന്നുള്ള നിലയിൽ എനിക്ക് അദ്ദേഹം തന്നിട്ടുണ്ട്. എന്തായാലും എന്താണ് പുതിയ എഴുത്തുകാരെ, അതാണ് ഞാൻ പറയുന്നതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞു, ഒരു പ്രധാന കാര്യം. എഴുത്തുകാരെ കണ്ടെത്തുന്നതിനും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത്രയും നിതാന്ത ജാഗ്രതയോടുകൂടി സഞ്ചരിക്കുന്ന മറ്റൊരു മനുഷ്യരില്ല. സാധാരണ എഴുത്തുകാർക്കൊക്കെ ഒരു അസൂയയുണ്ട് നമ്മുടെ ഉള്ളിൽ, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എഴുത്തുകാരൻ്റെ ഉള്ളിൽ ഒരു അസൂയയുണ്ട്. ആ അസൂയയെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ പുതിയ തലമുറയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. അദ്ദേഹത്തിൻ്റെ ഉള്ള സംഭാഷണത്തിനിടയിൽ അദ്ദേഹം വിമർശിച്ച വലിയൊരു എഴുത്തുകാരൻ, ചെറുപ്പക്കാരനായ ഒരു എഴുത്തുകാരനെ സ്റ്റാച്യൂവിൽ വെച്ച് അദ്ദേഹം കണ്ടുമുട്ടി. ആ എഴുത്തുകാരൻ തന്നെ കാണാത്ത മറ്റൊരു തിരിഞ്ഞു നിൽക്കുമ്പോഴത്തേക്ക് രാജീവേട്ടൻ പോയി അദ്ദേഹത്തിൻ്റെ തോളിൽ കൈയിട്ട് അതൊക്കെ എഴുതിയപ്പോഴത്തേക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചായ കുടിക്കാൻ പോയതിൻ്റെ കഥ അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സത്യത്തിൽ ഒരു വിമർശകൻ എന്ന് പറയുന്നത് ആരെങ്കിലും വിമർശിച്ച് സ്ഥായിയായി വിമർശിച്ച് ആരെങ്കിലും മോശക്കാരനാക്കണമെന്നുള്ള ആഗ്രഹമല്ല. സാഹിത്യം രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ നന്നാകണമെന്നുള്ളൊരു ആഗ്രഹം മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഈ 50 വർഷം, എഴുത്തിൻ്റെ 50 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവാണ് എഴുത്തുകാരൻ്റെ. അദ്ദേഹത്തിൽ നിന്നും നല്ല കൃതികൾ വരാനിരിക്കുന്നു. അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. മലയാളത്തിൻ്റെ പുതിയ കഥാകൃത്ത് KS സജീവ് കുമാറിനെ സ്നേഹം തിരുത്തി പറഞ്ഞത് വളരെ സന്തോഷമായി. കാരണം ഞാൻ ഇതിനെ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ എഴുതിയിട്ടില്ല, എഴുതാനുള്ള ശേഷിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കവിതയും കുറച്ച് സാഹിത്യപരമായ ഇടപെടലുകളും മാത്രമാണ് ഞാൻ നടത്തിയിട്ടുള്ളത്. ഞാൻ രാജീവ് കുമാർ സാറിനെ ശ്രദ്ധിച്ചു തുടങ്ങുന്നത് ഇന്ത്യ ടുഡേയിലെ ഒരു വലിയ സാഹിത്യ സംവാദം നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. വളരെ ഷാർപ്പായിട്ട് പറയാനുള്ള അഭിപ്രായങ്ങൾ വ്യക്തതയോടെ മൂർച്ചയോടെ പറയുന്ന ഒരാൾ എന്ന നിലയിൽ അന്ന് ഈ സാഹിത്യത്തിൻ്റെ ഓരോ ചലനങ്ങളും വളരെ ആർത്തിയോടെ നോക്കിക്കണ്ടിരുന്ന ഒരാളെന്ന നിലയിൽ ഇത് കൊള്ളാമല്ലോ എന്നെനിക്ക് തോന്നുന്നു. കാരണം മലയാളത്തിൽ ഈ എഴുത്തുകാർക്ക് ആകെ ഇല്ലാത്തൊരു വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ നിലപാടില്ലായ്മയാണ്. മറ്റൊരാളെ കുറിച്ച് എന്തെങ്കിലും ശക്തമായി പറയാനുള്ള ധൈര്യമില്ലായ്മ. ആ ധൈര്യമില്ലായ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇനി നാളെ കിട്ടാനിരിക്കുന്ന അവാർഡ് വല്ലതും ഇതുമൂലം നഷ്ടപ്പെട്ടാലോ എന്നുള്ള ഒരു ഭയം കൊണ്ടായിരിക്കും മലയാളത്തിലെ എഴുത്തുകാരിൽ 99% എനിക്കറിയാവുന്ന എഴുത്തുകാരിൽ പലരും ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ സാഹിത്യത്തിലൂടെയൊക്കെ വലിയ ആദർശങ്ങൾ പറയുകയും എന്നാൽ വ്യക്തി ജീവിതത്തിൽ ഈ ആദർശങ്ങളൊന്നും പാലിക്കാനുള്ളതല്ല എന്ന് തെളിയിക്കുകയും ചെയ്യുന്ന എഴുത്തുകാരാണ് മലയാളത്തിലെ ബഹുഭൂരിപക്ഷം എഴുത്തുകാരും. വലിയ വിപ്ലവ വാക്യങ്ങളൊക്കെ പറയും, വിപ്ലവ വ്യക്തികളൊക്കെ എഴുതുകയും പക്ഷേ ഒന്നും തന്നെ ജീവിതത്തിൽ എല്ലാ വ്യക്തികളുടെകളും പിന്തുടരുകയും ചെയ്യുന്ന, അവാർഡുകളേക്ക് എങ്ങനെ അവസരോചിതമായി ഉപയോഗിക്കാമെന്ന് കരുതുന്ന, എഴുതാനുള്ള സ്പേസ് അങ്ങനെ ഒപ്പിക്കാമെന്ന് കരുതുന്ന എഴുത്തുകാരല്ല. പക്ഷെ ഇവരിൽ നിന്ന് ഞാനിത് പറയാനുള്ള കാരണം ഇതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ ഒരു നിലപാടുള്ള എഴുത്തുകാരനാണ്, നട്ടലുള്ള എഴുത്തുകാരനാണ്. പറയാനുള്ളത് വളരെ ഷാർപ്പായി പറയുന്ന എഴുത്തുകാരനാണ് ഡോക്ടർ രാജീവ് കുമാർ സാർ. മലയാളത്തിലെ ടി പത്മനാഭൻ ഉണ്ണിയാറിന്റെ കഥയെക്കുറിച്ച് നേരത്തെ VV കുമാർ സാറാണ് ഒന്നുകൂടെ സൂചിപ്പിച്ചത്. ഉണ്ണിയാറിന്റെ കഥയെക്കുറിച്ച് ഇത് മോഷണമാണ് എന്ന് പൊതുവേദിയിൽ കൊണ്ട് നിർത്തി തെളിവ് സഹിതം കൊടുക്കുകയാണ്. പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്ന് പറയുന്ന പത്മനാഭന്റെ കഥ മോഷണമാണെന്ന് പറഞ്ഞ് കൊണ്ട് നിർത്തുകയാണ്, തെളിവ് സഹിതം സ്ഥാപിക്കുകയാണ്. എത്രയെത്ര മോഷണങ്ങളാണ് മലയാളത്തിൽ പിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം പറയാനുള്ള ഒരു ധൈര്യം ഇന്നും മലയാളത്തിൽ എൻ്റെ അറിവിൽ, എൻ്റെ പരിചയത്തിൽ ഡോക്ടർ രാജീവ് കുമാർ സാറിന് മാത്രമാണ്. മലയാള കഥയിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും ഈ 90കളോട് കൂടിയാണ് സൈബർ എഴുത്തിന്റെ ഒരു സ്വാധീനം മലയാള കവിതയിലൊക്കെ കടന്നു വരുന്നത്. 2000 കൂടി മലയാളത്തിൽ ആദ്യമായിട്ട് സൈബ്രോഗ് എന്ന് പറയുന്ന ഒരു കഥ എഴുതി. പക്ഷേ മലയാളത്തിലെ സൈബർ കഥകൾ സമാഹരിച്ചപ്പോൾ ഈ കഥയ്ക്ക് അവിടെ സ്പേസ് ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ സൈബർ എഴുത്തിനെ കഥയിലേക്ക് കൊണ്ടുവന്ന മലയാളത്തിലെ ആദ്യത്തെ കഥ സൈബ്രോഗ് എന്ന് പറയുന്ന കഥയാണ്. മനുഷ്യന്റെ ഉടലും കമ്പ്യൂട്ടറിന്റെ ശിരസ്സുമൊക്കെയുള്ള വളരെ, അന്ന് ആർക്കും ഇത് അറിയത്തില്ല സത്യത്തിൽ, ഇവിടെ കമ്പ്യൂട്ടറൊന്നും വളരെ സാർവത്രികമാകാത്ത ഒരു കാലത്താണ്. അങ്ങനെ കഥയിൽ വളരെ മുന്നാലെ നടന്ന, വളരെ മുൻപേ നടന്ന ഒരു എഴുത്ത്
രീതിയാണ് രാജീവ് കുമാർ സാറിന് ഞാൻ കണ്ടുള്ളത്. ധനുഷ്കോടി എന്ന് പറയുന്ന അതിസുന്ദരമായ കഥ, മലയാളത്തിലെ 10 കഥകളെടുത്താൽ അതിൽ ഒരു കഥയായിരിക്കും എന്ന് വിശ്വസിക്കുന്നതാണ്. എത്ര വൈവിധ്യം നിറഞ്ഞ എഴുത്തുകളാണ്. നാടകം, ഒരു എഴുത്തുകാരന്റെ കഥാകൃത്താണെങ്കിലും കവിയാണെങ്കിലും നാടകം എഴുതുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ നാടകങ്ങളുടെ ബൃഹത് സമാഹാരമാണ്. ഇത്ര വേഗതയിൽ എങ്ങനെ എഴുതാൻ കഴിയുമെന്ന് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് സർവീസിന്റെ ഓണപ്പതിപ്പിന് വേണ്ടി എപ്പോൾ കഥ ഏത് വർഷം ചോദിച്ചാലും ആദ്യം വരുന്നത് ചോദിക്കുന്നതിന് പിറ്റേ ദിവസം കഥ റെഡി. ഇങ്ങനെ എഴുത്തിന് ഒരു ക്ഷാമവുമില്ല. മലയാളത്തിലെ പലരും പറയാറുണ്ട് ഈ മുക്കി വല്ലപ്പോഴും ഒരു കഥയോ കവിതയോ എഴുതുന്ന ആളുകളുടെ ഒരു ആറ്റൂരിനെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെ പറയുന്നത് ഈ വല്ലപ്പോഴും എനിക്ക് ഒരു മഴ പെയ്യുന്ന പോലെ കഷ്ടപ്പെട്ട് എഴുതിയിട്ട് അതാണ് മലയാളത്തിലെ ഏറ്റവും ലോകോത്തര കവിത എന്നൊക്കെ പറഞ്ഞ് സ്ഥാപിക്കുന്ന ഒരു കോക്കസ് മലയാളത്തിൽ ശക്തമാണ്. പക്ഷെ ഇവിടെയാണ് എഴുത്തിന് ഒരു പഞ്ഞവുമില്ല. വാക്കുകൾ ഒരിക്കലും അവസാനിക്കാത്ത വാക്കാണ്. പണ്ട് ഡി വീരേന്ദ്ര സാറിന്റെ കവിതകളൊക്കെ വായിച്ചിട്ട് നമ്മൾ പറയാറുണ്ട് ഈ കവിത വായിക്കപ്പോൾ തന്നെ ഈ വാക്കുകൾ ഒരിക്കലും അവസാനിക്കാത്ത ഒരു പ്രവാഹം പോലും ഇങ്ങനെ സഞ്ചരിക്കുന്നു. ഇത് കഥയായാലും നിരൂപണമായാലും നാടകമായാലും നോവലായാലും ഇപ്പോഴത്തെ നോവലിന്റെ ഒരു വലിയ രചനയിലായിരുന്നല്ലോ. അങ്ങനെയുള്ള എഴുത്തിന്റെ ബൃഹത് ആഖ്യാനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന അപാരമായ പ്രതിഭയുള്ള ഒരു വലിയ എഴുത്തുകാരനാണ്. ഞാൻ 2007 എൻ്റെ ആദ്യ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് എനിക്കൊരു വ്യക്തിപരമായിട്ട് അതിനു മുമ്പ് യാതൊരു പരിചയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഫോൺ നമ്പർ കളക്ട് ചെയ്തിട്ട് വിളിക്കുന്നു കൂടിയാണ് സൗഹൃദം ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് ഈ കവിതകളെല്ലാം കൂടെ കളക്ട് ചെയ്ത് അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ പരിധിയുടെ ഓഫീസിൽ നിന്ന് അമ്പാനൂർ വരെ ഞങ്ങൾ ഇങ്ങനെ സാഹിത്യവും ഒക്കെ സംസാരിച്ച് ഇങ്ങനെ നടന്ന് വന്ന് എത്ര മണിക്കൂറുകൾ പോയി എന്ന് എനിക്കറിയില്ല. അന്ന് വലിയ ഒരു ദീർഘമായ സൗഹൃദം. ഏറ്റവും പരിധിയിൽ ചെന്നപ്പോൾ ഞാൻ കണ്ട ഏറ്റവും പുതിയ എഴുത്തുകാരാണ്. പലപ്പോഴും ഈ പുതിയ എഴുത്തുകാർക്ക് അവസരങ്ങൾ ഇല്ല എന്ന് പറയുന്ന ഒരവസ്ഥയാണുള്ളത്. അവർ പോപ്പുലർ ആയി കഴിയുമ്പോഴാണ് അവരുടെ എഴുത്തിന് സ്പേസ് കിട്ടുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ല. ഏറ്റവും പുതിയ എഴുത്തുകാരെയാണ് അദ്ദേഹം. എൻ്റെ ആദ്യ പുസ്തകം ഒരിക്കലും പരിധി ഇറക്കിയില്ലായിരുന്നെങ്കിൽ ഇറക്കാൻ പോലും ഞാൻ താല്പര്യപ്പെടുമായിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള എഴുത്തിന്റെ അവിടെ ചെല്ലുമ്പോഴെല്ലാം പുതിയ എഴുത്തുകാരാണ്. ഇതിനകത്ത് രസകരമായ ഒരു സംഭവം പറയുമ്പോൾ ഈ പുതിയ എഴുത്തുകാർ ഒരു പുസ്തകം എഴുതി കഴിയുമ്പോഴത്തേക്കും ഈ പുതിയ എഴുത്തുകാർ പറയും ഈ പരിധിയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പുതിയ എഴുത്തുകൾ മാത്രമേ ഉള്ളൂ, പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ മാത്രമേ ഉള്ളൂ. പറയുന്നവരാണ് ആദ്യമായിട്ട് പുസ്തകം ഇറങ്ങിയ ഒരു പുതിയ എഴുത്തുകാരനാണ് പറയുന്നത്. അവർ പോലും അങ്ങനെ പറയുന്നത് ഒരവസ്ഥയാണ്. കാരണം ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോഴത്തേക്കും ഞാൻ വലിയ എഴുത്തുകാരനായി എന്ന് പറയുന്ന വിശ്വസിക്കുന്ന ആളുകളാണ്. മലയാളത്തിലെ ഈ നിലപാടുകളെ കുറിച്ച് പറയുമ്പോൾ യാതൊരു നിലപാടുമില്ലാത്ത ഒരു സമൂഹം പുതിയ എഴുത്തുകാരാണ്. ഒരു വലിയ എഴുത്തുകാരനെ വിമർശിച്ചാൽ അവന്റെ സ്പേസ് നഷ്ടപ്പെടും. അവര് നാളെ ഈ പാവങ്ങളെ വിശ്വസിച്ചിരിക്കുന്ന നാളെ ഏതോ ഒരു വലിയ ലോക കവി സമ്മേളനത്തിലൊക്കെ ഇപ്പൊ എന്നെ വിളിക്കുന്ന കാത്തിരിക്കുന്ന ആളുകളാണ്. ഒരു കവിതയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ കുറച്ച് കവിതകളൊക്കെ പബ്ലിഷ് ചെയ്തിട്ടിരിക്കുന്ന ആളുകൾ. ഇവര് വിമർശിക്കാനൊന്നും ഒരു ധൈര്യം കാണിക്കാറില്ല. അവിടെയാണ് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് അടുത്ത സമയത്ത് അപ്പൻ സാറിനെ വിമർശിച്ചുകൊണ്ട് പച്ചമലയാളത്തിൽ എഴുതിയ ഒരു ലേഖനം ഞാൻ നോക്കണം. അപ്പൻ സാറിനെ തൊട്ട് കഴിഞ്ഞാൽ കടന്തൽ കൂട്ടത്തിൽ കല്ലെറിയുന്ന പോലെയാണ്, നമുക്കറിയാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അപ്പൻ സാറിന്റെ ആക്രമണം നിസ്സാരമായിരുന്നില്ല. എതിരാളികളെ നിലം പരിശാക്കുന്ന ആക്രമണം നടത്തിയാണ് അപ്പൻ സാറ്. ഒരിക്കൽ എനിക്ക് ഓർമ്മയുള്ളത് വിലാസിനിയുമായിട്ട് നടന്ന ഒരു ഏറ്റുമുട്ടലിൽ പറഞ്ഞതാണ് എനിക്കെതിരെ മറുപടി എഴുതുമ്പോൾ വിലാസിനിയുടെ മനസ്സ് അദ്ദേഹം ഇട്ടിരുന്ന ചെരുപ്പിന്റെയും അടിയിലായിരുന്നു അപ്പൻ സാർ എഴുതിയത്. അത്രമാത്രം എതിരാളികളെ ഉന്മൂലനം ചെയ്ത് എഴുതണം. അങ്ങനെയുള്ള അപ്പൻ സാറിനെ വിമർശിക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ശിഷ്യ പരമ്പരകളുടെ നാടുകൂടിയാണ് മലയാളം. അങ്ങനെ അപ്പൻ സാർ ബൃഹത്തായ സൃഷ്ടികൾ, നിരൂപണ സൃഷ്ടികൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ശക്തമായിട്ട് പറയുന്നു. ഈ കാക്കക്കൂട്ടത്തിന്റെ കല്ലെറിയുമ്പോൾ ഉണ്ടാകുന്ന പോലെ എഴുത്തുകാരുടെ വിമർശനങ്ങളുമായിട്ട് പല ശിഷ്യന്മാരും കടന്നു വരികയും ആക്രമണം നടത്തുകയും ചെയ്യും. ഞാൻ വിചാരിച്ച് തിരിച്ചെടുത്തതിന് മറുപടി പറയുമായിരിക്കുന്നു. ഞാൻ വിളിച്ചു ചോദിച്ചു ഇതിന് മറുപടി അത് വേണ്ടാതെ, കാരണം അവര് മറുപടി പറയട്ടെ, അവര് തന്നെ തിരിച്ച് മറുപടി പറയട്ടെ എന്നുള്ള ഒരു നിലപാട്. എത്ര കേസുകളാണ്, എത്ര വക്കീൽ നോട്ടീസുകളാണ് വന്നിട്ടുള്ളത്. ആകാശവാണിയിലിരുന്ന് രാത്രി വരെ ഇരുന്ന് സംസാരിച്ച ഓർമ്മകളൊക്കെ ഉണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയേറെ ഞാൻ ഏറ്റവും ഒരു എഴുത്തിന്റെ എങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇടപെടണം, അതിനുള്ള ധൈര്യം എങ്ങനെ സംഭരിക്കണം എന്നൊക്കെ നമുക്ക് മാതൃകയായിട്ട് മുന്നിൽ നിൽക്കുന്ന വലിയ എഴുത്തുകാരനാണ് രാജീവ് കുമാർ സാർ. നേരത്തെ പറഞ്ഞതുപോലെ ഈ വ്യക്തികളുടെ വൈകൃതങ്ങളെയൊക്കെ ആവിഷ്കരിക്കുന്ന വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സലിൻ മാങ്കുഴി പറഞ്ഞ അതിനെ കുറിച്ചിട്ടാണ്. പക്ഷെ ആ വ്യക്തികളുടെ വൈകൃതങ്ങളെ ആവിഷ്കരിക്കുക, അങ്ങനെയാണെങ്കിൽ നമ്മുടെ VK-ന്റെ ഒക്കെ തള്ളി പറയേണ്ടി വരും കേട്ടോ. ഹലോ സാർ എന്ന് പറഞ്ഞിട്ട് ഉടനെ ബ്രാക്കിൽ പറയാം ഓടാ വൃത്തികെട്ടവനെ എന്താ പറയുന്ന
മനസ്സിന്റെ രണ്ടോ മൂന്നോ വ്യക്തിത്വങ്ങൾ ഒരേ സമയം പ്രകടിപ്പിക്കുന്ന എഴുത്തുകാരന്റെ ആ സ്വത്വത്തെ ആവിഷ്കരിക്കുന്ന കഥകളാണ്. അത് വ്യക്തികളെ അവിടെ ഒരു മെറ്റഫറായിട്ട് അല്ലെങ്കിൽ ഒരു രൂപമായിട്ട് കൊണ്ടുവരുന്നതേ ഉള്ളൂ. ഇപ്പൊ സൂര്യപ്രകാശ കഥകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ചില അവസ്ഥകളെയാണ്, അനുഭവങ്ങളെയാണ് കൊണ്ടുവരുന്നത്. അവിടെ മലയാളത്തിലെ വലിയ എഴുത്തുകാരനെ കുറിച്ചുള്ള ചില അദ്ദേഹത്തിന്റെ സ്വഭാവങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇത് കാലത്തിന് ശേഷം, കുറേ വർഷത്തിന് ശേഷം വായിക്കുന്നത് നമുക്കറിയാവുന്ന ആ എഴുത്തുകാരന്റെ അനുഭവമല്ല. നമ്പ്യാരുടെ കൃതികളിൽ അങ്ങനെ ഇല്ലേ? വ്യക്തി ജീവിതത്തിന്റെ വൈകൃതങ്ങളെ ആവിഷ്കരിക്കുന്നു. ഈ സറ്റയർ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വൈകൃതങ്ങളെ പലപ്പോഴും കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് അതിന് തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. എഴുത്തിന്റെ വൈവിധ്യമാണതെല്ലാം. ചിലപ്പോൾ വളരെ സീരിയസ് ആയിട്ട് സകല നാടികളും പിടിച്ച് കഥ എഴുതും, കവിത എഴുതും, ലേഖനങ്ങൾ എഴുതും. ഒപ്പം തന്നെ ഒരു കോമാളിയുടെ പരിവേഷത്തിൽ നിന്നുകൊണ്ട് സറ്റയറിനെ ആവിഷ്കരിക്കും. ഇതെല്ലാം എഴുത്തിന്റെ വൈവിധ്യമായി കാണാനാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് എഴുത്തുകാരന്റെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ട വിഷലിപ്തമായ അവസ്ഥയല്ല. ഇതെല്ലാം ഒരു പ്രതിഭയുടെ ആ വൈവിധ്യത്തെ ആവിഷ്കരിക്കാനുള്ള ശേഷി ഏറ്റവും കൂടുതൽ ഇന്ന് മലയാളത്തിൽ പ്രകടിപ്പിക്കുന്ന ഒരേ ഒരു എഴുത്തുകാരൻ രാജീവ് കുമാർ സാറാണ്. അദ്ദേഹത്തിന്റെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം 50 എഴുത്തിന്റെ 50 വർഷങ്ങൾ പൂർത്തിയാക്കുന്ന 50 പുസ്തകങ്ങൾ പൂർത്തീകരിക്കുന്നു. ഇത്രയും ഓളം സൃഷ്ടിച്ച ഒരു എഴുത്തുകാരനെ ഇപ്പോഴെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കാൻ നമ്മൾ വൈകിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത്രമാത്രം എഴുത്ത് മുന്നോട്ട് വയ്ക്കാനുണ്ട്. 1-2 നോവലുകൾ എഴുതിയിട്ടല്ല, കുറച്ച് ഏതാനും കഥകൾ എഴുതി വെച്ചിട്ടല്ല പറയുന്നത്. സാഹിത്യത്തിന്റെ എല്ലാ മേഖലകളിലും അതിശക്തമായി ഇടപെട്ടിട്ടാണ് ഇതാ ഈ എഴുത്തുകാരൻ ഇവിടെ നിൽക്കുന്നു. ഇദ്ദേഹത്തെ നമ്മൾ കാണാതെ പോകരുത് എന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റിയെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. അങ്ങനെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു, മലയാളത്തിൽ അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ എം രാജീവ് കുമാർ എന്ന് പറയുന്ന ഈ എഴുത്തുകാരൻ മാത്രമാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും വാക്കുകൾ പ്രസിദ്ധ പത്രപ്രവർത്തകൻ സി റഹീം എന്ന് വിളിക്കും. തമിഴ് സാഹിത്യകാരിയാണ്. തമിഴ് മലയാളം സാഹിത്യകാരിയാണ്. കൊണ്ടാടിയാണ്. സംസാരിക്കാൻ സമയമില്ല, വേറെ ഒരുപാട് ജോലിയുണ്ട്. എൻ്റെ സഹോദരനെയും ഭാര്യയും കൂടി ഞാൻ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഹലോ, എൻ്റെ സഹോദരനും ഭാര്യയും വന്നിട്ടുണ്ട്. അവരെ നാറ്റുകാൽ പഴവങ്ങാടി അമ്പലം ഒക്കെ കൊണ്ട് കാണിക്കണം. അപ്പോൾ രണ്ടുപേരും വയ്യാത്തവരാണ്. എന്നാലും എൻ്റെ അടുത്ത കൂട്ടുകാരൻ്റെ ഈ പരിപാടിയാണല്ലോ എന്ന് വിചാരിച്ചാണ് എൻ്റെ ചേച്ചിയും ചേട്ടനും വന്നിട്ടുള്ളത്. അപ്പോൾ ഈ പരിപാടി എനിക്ക് ഒരുപാട് നിറവുണ്ട്. കേൾക്കുമ്പോഴേ ഭയങ്കര സന്തോഷമുണ്ട്. ഞാനൊന്നും പറയുന്നില്ല. രാജീവ് കുമാറിൻ്റെ ഈ എഴുത്തിങ്ങനെ അനർഗളം തുറന്നു പോട്ടെ. ഞാൻ ചന്ദ്രപ്രകാശിൻ്റെ കാര്യം ഇപ്പോൾ രാവിലത്തെ പറഞ്ഞതെല്ലാം ഞാൻ ഇഷ്ടപ്പെട്ട് രസിച്ച് വായിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രത്യേക ഭാഷാ ശൈലി ഇതെല്ലാം എന്നെ ഒത്തിരി ആകർഷിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കുശുമ്പും കുഞ്ഞായ്മയും അതൊക്കെ വരുമ്പോഴൊക്കെ ഞാൻ രസിച്ച് ചിരിക്കുന്നുണ്ട്. സാറിൻ്റെ രാജീവ്കുമാറിൻ്റെ ഈ എഴുത്തിങ്ങനെ അനർഗളം പോകട്ടെ. അദ്ദേഹത്തിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. ഒരു വലിയ ആരും അവാർഡുകളൊന്നും കൊടുക്കണ്ട. നമ്മൾ വായനക്കാരുടെ മനസ്സിൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്ഥാനമുണ്ട്. അത് മതി. നമ്മൾ എപ്പോഴും രസിച്ച് വായിക്കുന്നുണ്ടല്ലോ. ന്യായസാര കഥകളൊക്കെ കൽക്കണ്ടം പോലെയാണ് ഞാൻ വായിക്കുന്നത്. ഞാൻ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കലണ്ടറും കാലവും എല്ലാം ഞാൻ വായിക്കാറുണ്ട്. സാറിന് എല്ലാ ഭാഗങ്ങളും നേരുന്നു. രാജീവേട്ടൻ്റെ 50 പുസ്തകങ്ങൾ വരുന്ന ഇദ്ദേഹത്തെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. അദ്ദേഹം ഇവിടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെയും എഴുത്തിൻ്റെയും പല വശങ്ങളിലൂടെ സംസാരിച്ചു കഴിഞ്ഞു. ഇതായിട്ട് നമുക്ക് എന്ത് പറയാനെന്ന് ചോദിച്ചാൽ ഒരു വ്യക്തി സൗഹൃദം. ഇപ്പം നമ്മൾ സ്റ്റാച്യു ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടെങ്കിൽ കണ്ട് സംസാരിക്കുകയും മിക്കപ്പോഴും സാഹിത്യ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിക്കും. പിന്നെ വളരെ ചുറുചുറുക്കും വളരെ കലയുള്ളൊരു മനുഷ്യനാണ്. പിന്നെ ഞാൻ കഴിച്ച് തൊപ്പിയൊക്കെ വെച്ച് വരുമായിരിക്കും. അയ്യപ്പണിക്ക സാറൊക്കെ തൊപ്പി വെച്ച് ഉദയഭാരത ഭാഷ ഇങ്ങനെ പോകുന്നു. അതൊക്കെ നമ്മൾ കണ്ടപ്പോഴേ ചേട്ടൻ്റെ തൊപ്പിക്ക് പിന്നെ പ്രത്യേകതയാണ്. ഒരു ഈസ്റ്റേൺ തൊപ്പിയാണ് ചേട്ടൻ വെക്കുന്നത്. പക്ഷെ എഴുത്തിനെ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എഴുത്ത് നല്ല ഘടകങ്ങളോട് രൂപപ്പെട്ട് വരേണ്ടതാണ്. പല അത് വറ്റാതിരിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു സിദ്ധിയാണ്.
തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കാലത്താണ് ഞാൻ ഈ ഓണാട്ടുകാരക്കാർക്ക് അങ്ങനെ ഒരു സ്വത്വമുണ്ട്. ആകാശവാണിയിലായാലും ഓണാട്ടുകാർ ബഹളമാണ്. ചേട്ടന് മാവേലിക്കലാണ് ജനിച്ചു എന്നൊക്കെ ഞാൻ അടുത്ത കാലത്താണ് അറിഞ്ഞത്. ഒരു ഓണാട്ടുകാരുടേതായ ഒരു സ്ഥിതിയും കൂടെ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു. പിന്നെ ഞാൻ പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ്റെ കടയിൽ പോയൊക്കെ നിൽക്കുമ്പോഴേ ഞാൻ ശ്രദ്ധിക്കും. എല്ലാവരും പറയാത്തൊരു കാര്യമാണ്, ആരെങ്കിലും ഒരാളെ കടയിൽ കയറിയാൽ പുസ്തകം എടുക്കാതെ പോയില്ല. അല്ലെങ്കിൽ ചേട്ടൻ നല്ല കച്ചവടക്കാരനോടാണ് കേട്ടോ, നല്ല വ്യാപാരിയാണ്. അതൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം രഹസ്യമായിട്ട് ഞാൻ അറിഞ്ഞത് ഒരു ദിവസം 1000 രൂപയുടെയെങ്കിലും ബുക്ക് വിൽക്കണം എന്നാണ് ചേട്ടൻ്റെ ഒരു ലക്ഷ്യം. കാരണം അദ്ദേഹത്തിൻ്റെ ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു പോസിറ്റീവായ ഒരു തലമാണ്. കാരണം ഇതിന് തൊട്ട് മുമ്പ് എൻ്റെ സുഹൃത്ത് തന്നെയാണ് ആ കട നടത്തിയത്. പക്ഷെ ജയിക്കാൻ പറ്റിയില്ല. ചേട്ടൻ്റെ വിപുലമായ സൗഹൃദവും ബന്ധങ്ങളും എല്ലാം സഹായിക്കുന്നു. അപ്പം അഭിവൃദ്ധി കൂടുതൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ദിവസം 1000 രൂപയുടെ അല്ല 5000 രൂപയുടെ പുസ്തകം വിൽക്കണമെന്നാണ് രാജ്യങ്ങൾ ഒക്കെ പറഞ്ഞത്. അതാണ് പുസ്തകത്തിന്റെ വിപണന തന്ത്രം. അപ്പോൾ മലയാളത്തിൻ്റെ പ്രിയങ്കരനായ കവി ഗിരീഷ് പുലിയൂർ രാജീവ് കുമാർജിയെ ഞാൻ പൊന്നാര അണിക്കട്ടെ. ആദ്യം ഇതാ പൊന്നാരയെ കൊണ്ട് വന്നത്. ശ്രീ രാജീവിലാണ് രാജീവ് കുമാറിൻ്റെ പരിധി എന്ന് പറയുന്ന സാഹിത്യ ചർച്ച വേദി. കവിതയെല്ലാം എന്തും ചെയ്യാം. അത് നമ്മുടെ സ്റ്റാച്യൂലുള്ള ട്രിവാൻഡ്രം ഹോട്ടൽ റൂമിലോ അവിടെയാണ് പതിവായിട്ട് നടന്നുകൊണ്ടിരുന്നത്. അവിടെ കവിതയെല്ലാം ചെല്ലുമ്പോൾ എത്ര വർഷം കഴിഞ്ഞു, അന്ന് എഴുത്തുകാരികളായിട്ടുള്ള ഒരുപാട് സുന്ദരിമാർ അവിടെ വരും, ചെറുപ്പക്കാരെല്ലാവരും വരും. വലിയ ഒരു സൗഹൃദ വലയം അന്നേ ശ്രീ രാജീവ് കുമാറിനുണ്ടായിരുന്നു. ഒന്ന് ഞാൻ പറഞ്ഞോളട്ടെ, ഞാൻ ചേട്ടാ എന്നോ സാറെന്നോ ഒക്കെ വിളിക്കേണ്ട ആളാണ്. പക്ഷെ അദ്ദേഹം എപ്പോഴും പെരുമാറുന്നത് കൂടെ പഠിച്ച ഒരു വ്യക്തിയെ പോലെയോ അത്രയ്ക്കും ചേർന്ന് നിൽക്കുന്ന ഒരു സുഹൃത്തിനെ പോലെയോ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ രാജീവ് കുമാർ എന്ന് പറഞ്ഞാൽ അതിന് ബഹുമാനം, ചേട്ടനെന്നും സാറെന്നും ഒക്കെ ഉള്ള ആ ബഹുമാന പദങ്ങൾ അതിൽ ഇൻബിൽറ്റാണ്. നിരന്തരമായി എഴുതുക എന്ന് പറയുന്ന ഏറ്റവും അതിശയകരമായിട്ടുള്ള പേനത്തുമ്പി കവിതകൾ 220ഓളം കവിതകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു 65 കവിതകളെ കുറിച്ച് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കിയ ഒരു പുസ്തകമാണ്. ഈ പുസ്തകം 500ഓളം പേജുണ്ട്. ONV അയ്യപ്പപ്പണിക്കർ സാർ തുടങ്ങി ഒരുപാട് പേര് ഇതിൽ എൻ്റെ കവിതയെ പഠിക്കുന്നതിനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ആ പുസ്തകം ഇത്രയും വലിയ പുസ്തകമായിട്ട് ഇറങ്ങുന്നതിൽ ഏറ്റവും ആനന്ദിച്ച ഒരു വ്യക്തിയാണ് ശ്രീ എം രാജീവ് കുമാർ. അദ്ദേഹത്തിനൊരു വേദന ഉണ്ടായിരുന്നു. അബദ്ധവശാൽ ഇത് 100 പേജെങ്ങാണ് നോക്കി ഒതുക്കിക്കളയുമോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 500 പേജ് ഉണ്ട് എന്ന് കണ്ടപ്പോൾ അദ്ദേഹം വളരെ അനുമോദിച്ചുകൊണ്ട് സന്തോഷം നിറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ പ്രതികരണ പേജുകളിൽ എഴുതുകയുണ്ടായി. ഈ 50 വർഷത്തിന്റെ ഒരു സ്നേഹ സമ്മാനമായിട്ട് പേനത്തുമ്പിലെ പ്രതിഭാസത്തിന് ശ്രീ എം രാജീവ് കുമാറിന് പരിധിയില്ലാത്ത സ്നേഹത്തോടെ ഗിരീഷ് പുലിയൂർ എന്ന് കയ്യൊപ്പിട്ട് ഞാൻ നൽകുകയാണെന്ന് വളരെ സ്നേഹത്തോടു കൂടി സ്വീകരിക്കണം. ഒരു കയ്യിൽ മയക്കായതുകൊണ്ട് ഒറ്റ കൈ കൊണ്ടേ തരുന്നു. ആയുസ്സം നേരുന്നു ഈ ജ്യേഷ്ഠന്. ഒരു രക്തമാണ്, ഞാൻ സ്വാതന്ത്ര്യം കൊണ്ട് പറയുന്നതാണ്. നമ്മളെല്ലാവരും ഒത്തുചേർന്ന ഈ പോക്കുവെയിൽ നേരം അദ്ദേഹത്തിന് ആയുസ്സിന്റെ പൊന്നുരുക്കുന്ന ഒരു വസന്തകാലം പ്രദാനം ചെയ്യട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഇനി വേറെ സുഹൃത്തുക്കളോട് സംസാരിക്കുന്നതിന് വേണ്ടി പ്രസിദ്ധ പത്രപ്രവർത്തകൻ, കഥാകൃത്ത്, മലയാളത്തിൻ്റെ പ്രിയങ്കരനായ എഴുത്തുകാരൻ ബി മുരളിയെ സ്നേഹിക്കുന്നു. ഗിരീഷ് ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനൊക്കെ തുടങ്ങുകയായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ല, ആകാശവാണിയിലൂടെ ഒരുപാട് പേരെ പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞൊരു വിചിത്രമായ പ്രോത്സാഹനമാണ് ഒരു സ്വപ്നയ്ക്ക് കണ്ടത്. ഇതിവിടെ എനിക്ക് തോന്നുന്നൊരു 5-10 കൊല്ലം മുമ്പായിരിക്കും ദേവികുളത്ത് പോയെന്ന്. 25 കൊല്ലമായി. തിരുവനന്തപുരത്തെ കുറേ സാഹിത്യകാരന്മാർക്കൊക്കെ ഒരു കവറിൽ ദേവികുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1000 രൂപയുടെ ചെക്ക് വരും. കുറച്ച്
എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഞാനിത് ഇദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു എന്താ ചോദിച്ചിട്ട്, അത് ഞാൻ അങ്ങോട്ട് ദേവി കൊടുത്ത് പോവുകയാണ്, അവിടെ സാഹിത്യ പരിപാടികൾ നടത്താനുണ്ട്, നിങ്ങളുടെ ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ട്, അതിനു വേണ്ടിയുള്ളതാണ്, പ്രതിഫലമാണെന്ന് ആദ്യം. അത് കഴിഞ്ഞ് കുറക്കാലം കഴിഞ്ഞാൽ പുള്ളി പോയത്. അപ്പം അതാണ് ഇദ്ദേഹത്തിന്റെ നേച്ചർ എന്ന് പറഞ്ഞത്. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ഇദ്ദേഹത്തിന്റെ സാഹിത്യത്തെ പറ്റിയിട്ട് വിശകലനം ചെയ്യുക എന്നുള്ളൊരു സംഭവമല്ല. ഇവിടെ നടന്നു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ നടക്കാറുണ്ട്. പല സുഹൃത്തുക്കളും 20 വർഷമായിട്ട് ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ഈ പലതരം സുഹൃത്തുക്കളുണ്ട്. പരദൂഷണം പറയാൻ പറ്റിയത്, പിന്നെ അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ. പക്ഷേ ഇതൊക്കെ സംശയം ചോദിക്കാൻ പറ്റിയ സുഹൃത്തുക്കൾ വളരെ അപൂർവം. സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാനുള്ളത്, എങ്ങോട്ട് വരാനുള്ളതെന്നുള്ള രീതിയിലല്ല, അല്ലാതെ പെട്ടെന്നൊരു സാഹിത്യത്തിന്റെയോ എന്തെങ്കിലും കാര്യത്തിലേക്ക് ഒരു സംശയം വന്നു കഴിഞ്ഞാൽ, സംശയം വരേണ്ട കാര്യമില്ല ഇപ്പോൾ, എന്നാലും ഒരു സംശയം വന്നു കഴിഞ്ഞാൽ രാജീവിജി വിളിച്ചാൽ മതി എന്ന് പറയുന്നൊരു വലിയൊരു സംഭവമാണ്. കാരണം അതിനകത്ത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ സാഹിത്യത്തില് സാഹിത്യം എഴുതും, അല്ലെങ്കിൽ സാഹിത്യം പ്രവർത്തിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സാഹിത്യ പ്രവർത്തകർ എന്നാണ് പറയുന്നത്. സാഹിത്യ ഇടപെട്ടുകളെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവം. ഇടപെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഭാവങ്ങളിലാണ്. ഇടപെടലിൽ ലവലേശം അടിമ മനോഭാവമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ എനിക്ക് പ്രിയപ്പെട്ടവരാക്കുന്ന ഒരു കാര്യം. കാരണം പല മേഖലകളിൽ, പല രീതികളിൽ ഈ അടിമത്വം എങ്ങനെ തലയിലെടുത്ത് വയ്ക്കാം എന്ന് വിചാരിച്ച് നടക്കുകയാണ് നമ്മുടെ എല്ലാ സാംസ്കാരിക പ്രവർത്തകരും. പ്രത്യേക ഒരു ചക്രവർത്തി ചുഴയുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ അത് കുറച്ച് കൂടുതലാണ്. പക്ഷെ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എഴുത്ത് രാജീവ് കുമാർ എന്നൊരാള് എന്നെ സംബന്ധിച്ചിടത്തോളം സുഹൃത്ത് ഇതിനപ്പുറത്തേക്ക് ബാക്കി എന്തെല്ലാം ഏർപ്പാടുകൾ അദ്ദേഹം ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കഥാകൃത്ത് എന്ന രീതിയിലാണ്. കാരണം ആധുനികത എന്ന് പറയുന്ന ഒരു ചക്രവാളം ഇവിടെ ചുറ്റിയടിച്ച ഒരു കാലത്താണ് യഥാർത്ഥത്തിൽ രാജീവ് കുമാറിന്റെ രംഗപ്രവേശം എന്ന് പറയുന്നത്. ആധുനികത ഏതെല്ലാം രീതിയിൽ മലയാളത്തിന്റെ നറേഷനെ, പ്രത്യേകിച്ച് ഗദ്യത്തെ നിരപ്പാക്കി കളഞ്ഞു എന്നുള്ളത് വളരെ ക്രൂരമായൊരു ചരിത്രമാണ് ഇവിടെ നോക്കിയത്. കാരണം നമ്മുടെ NS മാധവൻ ഉൾപ്പെടെയുള്ള മഹാന്മാരായ കഥാകൃത്തുകൾ പിൽക്കാലം പിഗ്ഗിന്റെ പോലെയൊക്കെയുള്ള ഒന്നാന്തരം കഥ കൊണ്ട് മലയാള കഥയെ, സാഹിത്യത്തെ ഒരു പ്രത്യേക ലെവലിൽ മുകളിലേക്ക് എടുത്തു വെച്ചാണ്. പക്ഷെ ഇവരുടെയൊക്കെ ഒരു ജനറേഷന്റെ ആദ്യകാല കഥാസമാഹാരങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യാപരമാണ്, കടുപ്പമാണ്, അർത്ഥരഹിതമായ സംഭാഷണങ്ങളും പരമ്പരകളും മാത്രമാണ് സംഭവങ്ങളുള്ളത്. ആ കാലഘട്ടത്തിൽ വളരെ കൃത്യമായും എല്ലാവരും അതിന്റെ ഒരു അടിമത്ത നിഴലിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോഴും ജീവിതത്തെപ്പറ്റി, തിരുവനന്തപുരത്തെ പറ്റി, ആളുകൾ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി ഒക്കെ എഴുതിക്കൊണ്ടിരിക്കുക തുടർന്ന ഒരു എഴുത്തുകാരനാണ് രാജീവ് കുമാർ എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അത് യഥാർത്ഥത്തിൽ അത്തരം ഒരു എഴുത്തിന്റെ രീതി എന്ന് പറയുന്നത് നമ്മുടെ ആ ചെറിയ കാലഘട്ടത്തിന്റെ ഒരു ചരിത്രം നോക്കിയാൽ, എഴുത്തിന്റെ ചരിത്രം നോക്കി കഴിഞ്ഞാൽ വളരെ പ്രധാനമാണ് ഏത് നിലപാടെടുത്തു എന്നുള്ളത് കാര്യം. കാരണം കൃത്രിമ എഴുത്തിന്റെ ഒരു വലിയൊരു ഉത്സവം നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ അതിന്റെ സൈഡിലൂടെ ചന്ദ്രവണ്ടി സർക്കാർ അതിനകത്തുള്ള ഒരു ആളുകളാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ മലയാളത്തിന്റെ ഒരു എഴുത്തിന് ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നവരൊക്കെ അറിയാതെ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അതൊന്ന്. പിന്നെ മറ്റേത് ഇതാണ് എങ്ങനെ ഈ സാഹിത്യത്തിൽ ഇടപെടുന്നു എന്ന് പറയുന്നത്. ഇടപെടുന്നു എന്ന് പറയുമ്പോ ഗവേഷകനാണ്. മാധവിക്കുട്ടിയുടെ കൃതികളിൽ ഇന്നും എനിക്ക് തോന്നുന്നത് അത്ര ആഴത്തിൽ ഗവേഷണം ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും ഉണ്ടോ എന്ന് അറിഞ്ഞില്ല, ഞാനത് കാണാൻ ഇടയായിട്ടുണ്ട്. അതായത് ഒരു വിമർശനത്തിലൂടെയും ഉപഹാസത്തിലൂടെയും എങ്ങനെ നമ്മുടെ ചരിത്രത്തെ കാണാം എന്നുള്ള ഒരു അന്വേഷണം. ചരിത്രത്തെ പല രീതിയിൽ നമുക്ക് അന്വേഷിക്കാം. ആ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നതോടും അത് നമ്മളിവിടെ അത് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് വലിയൊരു ഇതാണ്. അദ്ദേഹത്തിന് അത് ഇറങ്ങാൻ പോവുകയാണ്, ഇറങ്ങി കഴിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. അപ്പൊ അത് യഥാർത്ഥത്തിൽ ഒരു ചരിത്രരേഖ പോലെ, പ്രത്യേകിച്ച് അതിനകത്ത് ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം തിരുവനന്തപുരത്തുകാരാണ് തോന്നുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹം അത് നമുക്ക് മറ്റേ സോഷ്യൽ മീഡിയയിലെ ഹാൻഡിലുകൾ വഴിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്ത് ഈ പറഞ്ഞ തിരുവനന്തപുരത്തിന്റെ ചരിത്രം കൂടെ അതിനകത്ത് വരുന്നുണ്ടെന്ന് കാണാൻ പറ്റും. തിരുവനന്തപുരത്തിന്റെ കൾച്ചറൽ ഹിസ്റ്ററി വളരെ രസകരമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഗിരീഷ് പറഞ്ഞ പോലെ തന്നെ ഈ നമ്മളൊക്കെ ഈ സാഹിത്യത്തിന്റെ ചില കുശപ്പം മുട്ടാനെ കാണുമ്പോൾ കരി വരും. അത് ചില പരദോഷങ്ങളൊക്കെ തീർക്കും. പിന്നെ വിചാരിക്കാം കിഴച്ചു പോട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിടുകയല്ല. ഇദ്ദേഹം പിന്നെ വിടുകയല്ല. അതാണ് അദ്ദേഹത്തിന്റെ പ്രധാന പ്രശ്നം. അപ്പോൾ അങ്ങനെ വിടാതെ മുന്നേറട്ടെ അദ്ദേഹത്തിന്റെ ഈ സാഹിത്യ, സാംസ്കാരിക, കുറ്റാന്വേഷണ പ്രവർത്തനങ്ങൾ എന്നിവിടെ ആശംസിച്ചുകൊണ്ട് രാജീവിക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെയൊക്കെ ഒരു തിരുവനന്തപുരത്തെ ഒരു സാഹിത്യ സമൂഹത്തിന്റെ ജ്യേഷ്ഠ
ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നും ആണ് വരുന്നത്. ഇപ്പോഴും അണിയറയിലെ സാഹിത്യകാരന് കാര്യമായി ഏതെങ്കിലും പുസ്തകങ്ങൾ എഴുതുകയോ അതേപോലെ തന്നെ കേരളത്തിൽ ഉള്ള എഴുത്തുകാരെ സംബന്ധിച്ച് അജ്ഞാതമാണ്. എങ്കിലും ഞാനിപ്പോൾ അവിചാരിതമായിട്ടാണ് എൻ്റെ ഈ പേര് വിളിക്കുകയും സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞാൻ രാജീവ് കുമാർ സാറിനെ പരിചയപ്പെടുന്നത് 1996 അന്ന് അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം ദേവുകുളത്ത്, ഇപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അദ്ദേഹം ഈ ശിക്ഷയുടെ ഭാഗമായിട്ടാണ് ദേവുകുളത്ത് വന്ന ജോലി ചെയ്തതെന്ന് മനസ്സിലാകുന്നത്. അതേസമയം ഞങ്ങളെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ അദ്ദേഹം അന്വേഷിച്ച് കണ്ടുപിടിച്ച് എന്നെയും എൻ്റെ സുഹൃത്തായ സതീഷ് ചേലാൻ ഞങ്ങളൊരു മാസിക നടത്തുന്നുണ്ട്, സാഹിത്യ സംവേദനം. അതിനുമുമ്പ് അതിന് മറ്റു പല രീതികളൊക്കെ കൊടുത്ത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് മാസിക ഇറക്കുമായിരുന്നു. ഇപ്പോഴും അത് നിലവിലുണ്ട്. ആ മാസികയിൽ ചില കഥകളും ലേഖനങ്ങളും ഒക്കെ എഴുതാറുണ്ട്. അത് എങ്ങനെയോ അദ്ദേഹം മനസ്സിലാക്കിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ദേവുകുളത്ത് വരണമെന്നും ഞങ്ങൾ അവിടെ പോയി. ഞാനൊരു കഥ ആണ് അന്ന് അവതരിപ്പിച്ചത്. ആ കഥ ഈ അടുത്ത കാലത്ത് അദ്ദേഹം തന്നെ പങ്കെടുത്ത് തൊടുപുഴയിൽ നടത്തിയൊരു ചടങ്ങിൽ ഞാനൊരു കഥാസമാഹാരം, ഒരു ലേഖന സമാഹാരം അതൊക്കെ ഈ അടുത്ത ദിവസം പബ്ലിഷ് ചെയ്തു. എൻ്റെ അനുഭവത്തിൽ ഞാൻ തൊഴിലുകൊണ്ടൊരു വക്കീലാണ്, തൊടുപുഴയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഇടക്കാലത്ത് ജില്ലാ ഗവൺമെൻറ് ക്ലിയറായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ പ്രൈവറ്റ് പ്രാക്ടീസ്. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ഈ തിരുവനന്തപുരത്ത് പഠിച്ചയാളാണ്. തിരുവനന്തപുരം ലോ കോളേജിലും കുറേ കാലം MG കോളേജിലും അതിനു മുമ്പ് മഹാരാജാസ് കോളേജിലൊക്കെ പഠിച്ചയാളാണ്. ഇവിടെ പായ്പർ രാധാകൃഷ്ണൻ്റെ കാര്യം പറഞ്ഞു. ഞങ്ങൾ ഒരേ സമയത്ത് എൻ്റെ ഹോസ്റ്റൽമേറ്റായിരുന്നു. അപ്പോൾ അന്ന് കഥാസമിതി എന്ന് പറയുന്ന ആ സംഘടന ഉണ്ടാക്കുന്നതിന് അദ്ദേഹമായിട്ട് ഞാൻ സഹകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കഥ 74 അതിലാദ്യമായിട്ടാണ് എൻ്റെ കഥ ആദ്യമായിട്ട് പ്രസിദ്ധീകരിക്കുന്നത് അതിനകത്താണ്. പക്ഷേ ഈ നിയമപഠനം തുടങ്ങിയതിന് ശേഷം പിന്നെ ആ സാഹിത്യ പരിപാടിയൊക്കെ ഉപേക്ഷിച്ചു. അതിനുശേഷം പിന്നീട് ഈ രംഗത്തേക്ക് കടന്നു വരണമെന്ന് നിർബന്ധപൂർവം പറഞ്ഞ ഒരു ഗുരുനാഥൻ്റെ സ്ഥാനം നൽകാവുന്ന എന്ന പ്രായം കൊണ്ട് എന്നെക്കാൾ വളരെ ചെറുപ്പമായിട്ടുള്ള രാജീവ് കുമാറാണ്. അതിനുശേഷം അദ്ദേഹം നിരന്തരം ഞങ്ങൾ ബന്ധപ്പെടാറുണ്ട്. ആ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനും അതേപോലെ എൻ്റെ ചില കഥകളുമൊക്കെ അദ്ദേഹത്തിൻ്റെ കാലം അത് പ്രസിദ്ധീകരിക്കുന്നതിനുമൊക്കെ തയ്യാറായിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു സാഹിത്യ പ്രവർത്തന അനുഭവമേ എനിക്കുള്ളൂ. എന്തായാലും അദ്ദേഹത്തിൻ്റെ സാഹിത്യരംഗത്തെ പ്രവർത്തനം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ സാഹിത്യത്തിലെ മൈക്രോ ഹിസ്റ്ററി കേരളത്തിൽ വളരെ അപൂർവമായി നമ്മൾ കാണുന്ന ഒരു രചനാ സമ്പ്രദായമാണ്. അദ്ദേഹത്തിൻ്റെ ആ കളം പന്തിയിൽ നിരന്തരമായി അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. ഇപ്പം കോതമംഗലത്തെ തരിയത് കുഞ്ഞിത്തമ്മൻ, അദ്ദേഹത്തെ പറ്റിയൊക്കെ ആർക്കറിയാം. അദ്ദേഹം MLA ആയിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹം നിയമസഭയിൽ എങ്ങനെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളടക്കം ആ പുസ്തകത്തിലുണ്ട്. അത് 10 വാള്യം ഇപ്പോൾ ദിഗംബര സ്മരണകൾ എന്നുള്ള രീതിയിൽ വരികയാണ്. ഞാനത് 10 വാള്യവും വായിച്ചിട്ടുണ്ട്. ഞാൻ അത് വായിച്ച് വളരെ താല്പര്യപൂർവ്വം നമുക്ക് വായിക്കാൻ കഴിയുന്ന, നമുക്ക് അജ്ഞാതമായിട്ടുള്ള ഒരുപാട് അറിവുകൾ ആ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടും. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പലതും വാങ്ങുകയും വായിക്കുകയും ചെയ്യുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വിപുലമായിട്ടുള്ള പല രംഗങ്ങളിലുള്ള പ്രവർത്തനം മലയാള സാഹിത്യത്തെ സംബന്ധിച്ചൊരു പുതിയ അനുഭവവും കാര്യവുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അദ്ദേഹത്തിന് ഇനിയും തുടർന്ന് ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആയുസ്സുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിക്കും.
പുതിയ എഴുത്തുകാരിലെ ഏറ്റവും ശ്രദ്ധേയനാണ് VS അജിത്ത്. VS അജിത്ത് മലയാളത്തിലൊരു പുതിയ ഭാഷാക്രമം തന്നെ കൊണ്ടുവന്ന ഒരു നല്ല കഥാകൃത്താണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ചന്ദ്രവതി ടീച്ചർ, രാജീവ് കുമാർ സാർ, ഹരിദാസ് സാർ, അതുപോലെ ഇവിടെ ഇരിക്കുന്ന സുഹൃത്തുക്കൾ, നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ഞാൻ പേര് പറയുന്നില്ല, മന്ത്രിയൊക്കെ ആയിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തോട് ഒരിക്കൽ പത്രക്കാർ ചോദിച്ചു, നോം ചോംസ്കിയെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അപ്പോൾ ഈ നേതാവ് പറഞ്ഞു, മോസ്കോയിൽ വ്ളാഡിമിർ ഇലീച്ച് ലെനിൻ ചായ കുടിച്ചിരുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ലിയവ് മന്ദവ് ലൈബ്രറിയുടെ അടുത്താണ്. അവിടെ ലെനിൻ ചായ കുടിച്ചിരുന്ന അതേ ടേബിളിൽ ഞാനും നോം ചോംസ്കിയും കൂടി ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചോംസ്കി എന്നോട് പറഞ്ഞു, മിസ്റ്റർ, ഞാൻ പേര് പറയുന്നില്ല, മിസ്റ്റർ ദേശ്, താങ്കൾ ഒരു വലിയ സ്റ്റേറ്റ്സ്മാനാണ് എന്ന് പറഞ്ഞതുപോലെ ഞാൻ രാജീവ് കുമാർ സാറിനെ കുറിച്ച് പറയുന്നതിന് പകരം എന്നെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. ഞാൻ സാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇവിടെ ഒരുപാട് എനിക്ക് തോന്നുന്നു ഞാൻ അവസാനം സംസാരിക്കുന്ന ആളാണെന്ന് തോന്നുന്നു ഏതാണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ സമയം കേട്ടിരുന്ന് ചായ കുടിക്കാൻ ആഗ്രഹമുള്ള മുഖങ്ങൾ എനിക്ക് കാണാം. ഇത് ഇനി അധികം പേര് ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാറിൻ്റെ കുറിച്ച് 50 വർഷം പൂർത്തിയാക്കിയ ദിവസമാണല്ലോ. 50 ദിവസം തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് കഥ എഴുതിയിട്ടും അദ്ദേഹത്തിന് ഇത്രയും പേര് ഇവിടെ വരികയും അദ്ദേഹത്തെ കാണുമ്പോൾ ആൾക്കാർ ചിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ അത്ഭുതം. ഞാൻ 2 വർഷം എഴുതിയപ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ മിക്ക ആൾക്കാരും അങ്ങോട്ട് തിരിഞ്ഞു പോയി കളയും. അങ്ങനെ എനിക്ക് അത് സാറിൻ്റെ വലിയൊരു കരിഷ്മയായിട്ട് ഞാൻ കരുതുകയാണ്. പിന്നെ ചന്ദ്രവതി ടീച്ചർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സാഹിത്യകാരന്മാർക്ക് ഈ ദേവേന്ദ്രൻ്റെ ഒരു കോംപ്ലക്സ് ഉണ്ട് പൊതുവെ. പക്ഷേ രാജീവ് കുമാർ സാറിന് അങ്ങനെ ഇല്ല. നമ്മുടെ പലരും സൂചിപ്പിച്ച പോലെ പുതിയതായിട്ട് എഴുതാൻ വരുന്ന ആൾക്കാരെ വളരെ പുതിയ ആൾക്കാരെ വായിക്കുക കൂടെ ചെയ്യുന്നുണ്ട് അദ്ദേഹം. ഞാൻ എൻ്റെ അറിവിൽ മുതിർന്ന സാഹിത്യകാരന്മാർ പൊതുവെ വയലാർ അവാർഡൊക്കെ കിട്ടിയ ശേഷം ഉള്ള കൃതികളെ വായിക്കാറുള്ളൂ, അല്ലെങ്കിൽ വിദേശ കൃതികളെ വായിക്കുള്ളൂ. പക്ഷേ സാറ് വളരെ കണ്ടംപററി ആയിട്ടുള്ള എല്ലാ രചനകളും വായിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പണ്ട് ഹനുമാനെ കുറിച്ച് ഒരു കഥ എഴുതിയത് വിവാദമാവുകയും ചില ആൾക്കാർ എന്നെ അടിക്കുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് മറ്റു എഴുത്തുകാരൊന്നും അതിനെക്കുറിച്ച് മിണ്ടാതിരുന്നപ്പോൾ രാജീവ് സാറിൻ്റെ കളം എന്ന് പറഞ്ഞ നേരത്തെ പരാമർശിച്ച കോളത്തിൽ വളരെ ദീർഘമായ ഒരു ലേഖനം ആ വിഷയത്തിൽ എഴുതി. അങ്ങനെ എല്ലാ തരത്തിലും ഏറ്റവും അവസാനം എഴുതാൻ വന്ന ആളെ അദ്ദേഹം എല്ലാ തരത്തിലും ധൈര്യപൂർവ്വം പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളാണ്. പിന്നെ പ്രോലിഫിക് റൈറ്റർ ആണെന്നുള്ളതാണ്. സാധാരണ എന്നോട് ചിലർ പറയാറുള്ളത് 4 വർഷത്തിൽ ഒരിക്കലും ഒരു കഥ എഴുതാവുള്ളൂ. അങ്ങനെയുള്ള കഥകൾ നന്നായിരിക്കുക, ആഴ്ച തോറും എഴുതുന്നത് കുറ്റമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ സാറ് ഡെയിലി എഴുതുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഹരിക്കും മുരക്കാമിയും ഒക്കെ ഡെയിലി എഴുതുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ സാറ് ഡെയിലി എഴുതുമ്പോഴും അതൊന്നും കുഴപ്പമില്ല എന്നുള്ളത് 4 വർഷത്തിൽ ഇടവേള അല്ലാതെയും എഴുതാൻ ഇരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വലിയൊരു പ്രചോദനമാണ് സാറിൻ്റെ പ്രവർത്തനം. പിന്നെ വളരെ ഐക്യമുള്ള ഒരു എഴുത്തുകാരനാണ്. ഐക്യു സാറിൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞ് ഒരു പരിമിത വിഭവനല്ല, സമസ്ത മേഖലകളിലും അറിവുള്ള അപൂർവം എഴുത്തുകാരിൽ ഒരാളാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. പിന്നെ എനിക്ക് വ്യക്തിപരമായി ഇഷ്ടപ്പെടാൻ വേറൊരു കാരണം, സാറ് മെല്ലോ ഡ്രാമ എഴുതുന്നില്ല. ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ ഡിമാൻഡുള്ള ഒന്നാണ് മെല്ലോ ഡ്രാമ എന്നിരിക്കലും സാറ് മെല്ലോ ഡ്രാമ എഴുതാറില്ല. എൻ്റെ അറിവിലില്ല, എഴുതിയിട്ടുണ്ടോ അറിഞ്ഞില്ല. എൻ്റെ മെല്ലോ ഡ്രാമയിൽ മാത്രമേ എഴുതൂ എന്നൊരു നിർബന്ധ ബുദ്ധി എന്തായാലും തീർച്ചയായിട്ടും ഇല്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നിർത്താൻ. നേരത്തെ ഇവിടെ ഗോസിപ്പിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് മനുഷ്യരും മൃഗങ്ങളെപ്പോലെ 3 ലക്ഷം വർഷമായിട്ട് ഇവിടെ ജീവിച്ചിരുന്ന സമയത്ത് നമ്മൾ പറക്കിത്തീനികളും അതുപോലെ വേട്ടക്കാരും ആയിരുന്ന സമയത്ത് ചില ആവശ്യങ്ങളെ മനുഷ്യർക്കുള്ളൂ, പരിമിതമായ ആവശ്യങ്ങളെ ഉള്ളൂ. ഇന്ന് ആഹാരം കഴിക്കുക, ഇര പിടിക്കുക, പിന്നെ നമ്മൾ പിടിക്കാൻ വരുന്ന അല്ലെങ്കിൽ ശത്രുവിനെ കണ്ടാൽ ഓടിക്കളയുക, ഇണ ചേരുക, അത്രയും കാര്യങ്ങൾ ചെയ്യാൻ ആംഗ്യ ഭാഷ ശബ്ദമൊക്കെ ഉണ്ടാക്കിയാൽ മതി, തൂക്കി വിളിച്ചാൽ മതി. മൃഗങ്ങളെപ്പോലെ അത്രയും ആവശ്യമേ ഉള്ളൂ.
എന്നാൽ പിന്നീട് എനിക്ക് തോന്നുന്നു കൃഷി കണ്ടുപിടിച്ചതിന് ശേഷം ഒരു 10,000 വർഷത്തിനിടയ്ക്ക് മനുഷ്യർ കല്യാണം കഴിക്കുക എന്നൊരു മണ്ടത്തരത്തിൽ ഏർപ്പെടുകയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ ഒരാൾ ഒരു ഇണയുമായിട്ട് ചേരാൻ പാടുള്ളൂ എന്ന് വന്നപ്പോൾ തങ്കപ്പൻ വേറൊരാൾ കുട്ടപ്പൻ്റെ ഇണയുടെ കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട് എന്ന വിവരം ഭക്തരോട് പറയേണ്ട ഒരു ആവശ്യമുണ്ടായി. അത് ആംഗ്യ ഭാഷയിലൂടെ പറയാൻ വിഷമമായതുകൊണ്ട് മനുഷ്യർ അപ്പോൾ നിർമ്മിച്ച ഒന്നാണ് ഭാഷ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഭാഷയുടെ ആവിർഭാവം തന്നെ ഗോസിപ്പ് പറയാൻ വേണ്ടി ആയതുകൊണ്ട് തന്നെ ഗോസിപ്പിനൊരു വലിയ വാല്യൂ. എനിക്കറിയുന്ന എല്ലാ സാഹിത്യകാരന്മാരും എനിക്കറിയുന്നതാണ്. എല്ലാവരും ഞാൻ സംസാരിക്കുമ്പോൾ ഡെയിലി ഒരു ഗോസിപ്പെങ്കിലും പറയും. അതുകൊണ്ട് നമ്മളെല്ലാം അത് ആസ്വദിക്കുന്നുണ്ട്, അതിൽ തെറ്റില്ല. അതുകൊണ്ട് തന്നെ അത്തരം സ്വഭാവമുള്ള രചനകളും തീർച്ചയായും അതൊരാശയമായി പറയേണ്ടതുണ്ടെന്ന് കരുതുന്നില്ല. അവസാനമായിട്ട് സാഹിത്യ കഥ എഴുതുന്നവർ സുന്ദരന്മാരെ ഇരിക്കാൻ പാടില്ല എന്നൊരു പൊതുബോധം നിലവിലുണ്ട്. പക്ഷേ സാറ് വളരെ സുന്ദരനായിട്ടും കഥാകൃത്തായി ഇരിക്കുന്നു എന്നതുകൊണ്ടാണ് എന്നെപ്പോലെയുള്ളവർക്ക് വീണ്ടും ഇവിടെ വരാൻ ധൈര്യം വന്നതെന്ന് പറഞ്ഞുകൊണ്ട് സാറിൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഇനിയും നിരവധിയായിട്ടുള്ള വർഷങ്ങൾ ഇപ്പോഴത്തെ പോലെ തന്നെ സാറിന് അവാർഡ് സാറിനോട് അത്ര അടുപ്പമില്ലാത്ത മനസ്സുകൊണ്ട് ഇഷ്ടമില്ലാതിരുന്ന സാറിൻ്റെ വിമർശനത്തിന് വിധേയമായിട്ടുള്ള ചില ഏജൻസികളൊക്കെ സാറിന് അവാർഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല തുടക്കമാണ്. ഇനി അങ്ങോട്ട് അതുകൊണ്ട് തന്നെ നിർലോഭം അവാർഡുകൾ കൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സാംസ്കാരിക പ്രവർത്തകൻ വിനോദ് സാറും സ്നേഹപൂർവ്വം മാത്രമല്ല വളരെ ശ്രദ്ധിച്ച് മാത്രം വർത്തമാനം പറയുന്ന വേദിയാണിത്. നമുക്ക് പരിചയമുള്ള പല ആളുകളും സാറിൻ്റെ തൂലികയുടെ കരുത്ത് ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് നിന്ന് തന്നെ പോയ ചരിത്രമുണ്ട് എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് തന്നെ വർത്തമാനം പറയേണ്ടതുണ്ട്. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ എഴുത്ത് ജീവിതത്തെക്കുറിച്ചോ സൗഹൃദത്തെക്കുറിച്ചോ ഒന്നും പറയുന്നില്ല. കാരണം അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പ്രതിപാദിച്ച് കഴിഞ്ഞതാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം രാജകുമാർ സാർ എന്ന് പറയുന്നത്, ഞാൻ ഈ നിലപാട് അത്തരത്തിലുള്ള ഒരുപാട് വാക്കുകളൊന്നും ഇവിടെ പ്രയോഗിക്കുന്നില്ല. ഞങ്ങൾക്കൊരു സ്നേഹസ്ഫുടമായ ബന്ധമാണ്. നേരത്തെ പറഞ്ഞത് എന്ത് കാര്യത്തിനും എന്ത് സംശയവും ചോദിക്കാമെന്ന് പ്രിയപ്പെട്ട കഥാകൃത്ത് ബി മുരളി പറഞ്ഞതുപോലെ നമുക്ക് ഏത് പരിപാടിക്കും ഏത് പാർട്ടി ഓഫീസിലും ഏത് പാർട്ടി ഇല്ലാത്ത ഓഫീസിലും വിളിക്കാമെന്നുള്ള ഒരു എഴുത്തുകാരനാണ്. സമയമുണ്ട് എങ്കിൽ അദ്ദേഹം കൃത്യമായി എന്ത് പരിപാടിക്കും എത്തിച്ചേരുകയും ചെയ്യും. ആ ഒരു അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നമ്മളെയൊക്കെ ഓർത്തു വയ്ക്കുന്ന ഒരു രീതി, ഒരു ഇത്രയും മഹാനായ ഒരു എഴുത്തുകാരൻ, സാഹിത്യ മേഖലയിലെ സമസ്ത മേഖലയിലും ഇടപെടുന്ന ഒരു സംഘാടകൻ, പ്രസാധകൻ, ഇങ്ങനെയുള്ള എല്ലാ കിരീടങ്ങളും ഉള്ളപ്പോഴും ഒരു കിരീടവും ഇല്ലാത്ത ആളുകളുമായി അദ്ദേഹം ഇടപെടുന്ന ഒരു രീതി എന്ന് പറയുന്നത് അത് നമ്മൾ അനുകരണീയമാണ്. നമുക്കൊന്നും കഴിയാത്തതാണ്. എത്ര ശ്രമിച്ചാലും നമുക്ക് ആ ഒരു ഇടപെടലിൻ്റെ ഒരു സൗഹൃദത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ഒരു രാജീവ് കുമാർ രീതിയുണ്ട്. അതിലേക്ക് എത്തിപ്പെടാൻ ഒരു മനുഷ്യന് കഴിഞ്ഞാൽ അതൊരു വലിയ അനുഗ്രഹം ആകും എന്നുള്ളതാണ്. ടോപ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സ്നേഹിതരുമായി അതിഗംഭീരമായ ചർച്ചയിൽ ഏർപ്പെടുകയാണ്. എം രാജീവ് കുമാർ എന്ന് പറയുന്ന ഒരാൾ ഇന്ന മാഗസിനിൽ എഴുതിയ കഥ ഗംഭീരമാണ്. അതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള വശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു സാഹിത്യ വിമർശനം പോലെ ചെമ്പഴത്തേലിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സുന്ദരനായ ഒരു മനുഷ്യൻ ചെമ്പഴത്തേലിൻ്റെ തോളിൽ തന്നെ ചോദിച്ചു, കഥ എഴുതിയ രാജീവ് കുമാറിനെ അറിയാം. അപ്പോൾ ചെമ്പഴത്തേലിൽ പറഞ്ഞു, കഥ എഴുതിയ രാജീവ് കുമാറിനെ അറിയില്ല, അത് ഞാനാണ്. എൻ്റെ കഥയെക്കുറിച്ച് ഇത്രയും നല്ല അഭിപ്രായം എനിക്ക് നേരിട്ട് കേൾക്കേണ്ടി വന്നത് നിങ്ങളോട് പ്രത്യേക സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന രീതി അന്ന് സ്ഥാപിച്ചെടുത്ത സൗഹൃദം സാർ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ചെമ്പഴത്തേലിൽ വേറെ ഒരിടത്തും എഴുതുന്ന ആളല്ല. പക്ഷെ അത്തരത്തിലൊരാളോടും അടക്കമുള്ള ആളുകളോട് അദ്ദേഹം തുടരുന്ന സൗഹൃദ സാമീപ്യം ഇനിയും തുടരട്ടെ. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞൊരു അഭിപ്രായം എൻ്റെ ഒരു അഭിപ്രായവും കൂടെയാണ്. ഈ സൂര്യപ്രകാശ കഥകളിൽ നിന്ന് അദ്ദേഹം മോചിതനാകേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതൊക്കെ ഇനി കാലത്തെ അതിശയിപ്പിക്കുന്നതല്ല എന്നല്ല, അതിലും മികച്ച കലാസൃഷ്ടികളാണ്. അതിനുവേണ്ടി ഞങ്ങൾ കാതോർക്കുന്നു. അങ്ങേക്ക് എഴുത്തിൻ്റെ 50-ാം വർഷത്തിൽ എല്ലാ ഭാവുകങ്ങളും എന്നറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു മുഖ്യ സംഘാടകൻ എന്നെ അറിയിച്ചു, ഇനി അധികം നീട്ടരുത് എന്നുള്ളത്. കാരണം അടുത്ത ചടങ്ങിലേക്കുള്ള സമയമായി. എങ്കിലും വളരെ മുൻപ് മുതൽ തന്നെ എഴുതി തുടങ്ങിയ രാജീവ് കുമാറിൻ്റെ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന നോവലിസ്റ്റ് ഗിരിജ സേതുനാഥിനും ഞാൻ സ്നേഹിക്കുന്നു. വിനീതമായ നമസ്കാരം.
ഞാൻ എന്താണ് രാജീവിനെ പറ്റി പറയേണ്ടത്? പെട്ടെന്നൊരു തീരുമാനം. എന്നാലും ഒരു വാക്ക് പറയാണ്, ഈ ഉറവ പറ്റാതിരിക്കട്ടെ എന്നും സ്നേഹത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ. ചിലപ്പോൾ അദ്ദേഹം സുനാമിയായിട്ട് മാറുന്നു വരണം, ചിലപ്പോൾ ശാന്തമായ ഒരു പുഴയായിട്ട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ കഥ ആകാശവാണിക്ക് ചോദിക്കുമ്പോൾ, പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്തെഴുതണം, പിറ്റേന്ന് വേണമെന്നാണ് എന്നോട് വിളിച്ച് പറയുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു കഥ എഴുതി. ഒരു കൊച്ചു കുട്ടിക്ക് ഒരു കോമ്പസ്, മിലിറ്ററി ബോക്സിൽ ഒരു കോമ്പസ് വേണം. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പം അച്ഛന് സമ്മതമല്ല, അമ്മയ്ക്ക് സമ്മതമല്ല. എന്താണ് ആ കുട്ടി അത് ചോദിക്കണമെന്ന് അവർക്കും അറിയില്ല. പക്ഷെ അവിടെ ഇരുന്ന ഒരു ആശാരി, അവരുടെ മേശയൊക്കെ പണിതുകൊണ്ടിരുന്ന പുള്ളിക്കാരൻ ഒരു പേരക്കമ്പ് ഒഴിച്ചിട്ട് അതിൽ നിന്നൊരു കോമ്പസ് ഉണ്ടാക്കിയിട്ട് ഈ കുട്ടിക്ക് കൊടുക്കുന്നു. ഈ കുട്ടി അതിൻ്റെ പിറ്റേന്ന് ഈ കോമ്പസ് കുത്തി അച്ഛനെ കൊല്ലുന്നു. ഇതാണ് എൻ്റെ പ്രമേയം കഥയുടെ. ഞാനിത് അയച്ചു കൊടുത്തു. ഞാൻ വിളിച്ചു ചോദിച്ചു, ഞാൻ ഇതാണ് എഴുതിയിട്ടുള്ളത്, ഞാൻ അയച്ചു തരട്ടെ. അപ്പോൾ എന്നോട് പറഞ്ഞു, ധൈര്യപൂർവ്വം അയച്ചു തന്നു, ഇങ്ങനെയൊക്കെ തന്നെയാണ് എഴുതേണ്ടത്. എന്നിട്ട് എനിക്ക് ഒരു അപ്രിസിയേഷൻ കൂടെ തന്നു. കഥയുടെ രാജകുമാരിയായി ഞാൻ കാണുന്നു. അത് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു പത്രം. അത് സത്യമോ അസത്യമോ എന്ന് എനിക്കറിയില്ല. അപ്പോഴും ഞാൻ ഭാസ്കര മാഷിനെ ഓർത്തു. ഭാസ്കര മാഷ് പണ്ട് ആദ്യം ഒരിക്കൽ ദീപികയുടെ എഡിറ്ററായിരുന്ന സമയത്ത് അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു, ചെറുകഥകൾ എൻ്റെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥ നോവല്. ആ സമയത്ത് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഈ എഴുത്ത് നിർത്തരുത്. എഴുതുന്നവരോട് എല്ലാവരോടും പറയാനുള്ളതാണ്, ഒരു കഥ കൊണ്ടോ ഒരു നോവൽ കൊണ്ടോ എഴുത്തുകൾ നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. മരണം വരെ അവരെ എഴുത്തുകാർ എന്ന് പറയാനാവുള്ളൂ. അതേ വാചകം തന്നെ ഇദ്ദേഹവും എന്നോട് പറഞ്ഞു. എന്നെ വളരെ കാര്യമായി എപ്പോഴും എല്ലാ കാര്യത്തിലും എൻ്റെ പുസ്തക പ്രകാശനത്തിനുമൊക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. LBSൻ്റെ ആണെങ്കിൽ പോലും അദ്ദേഹം അതിന് കൊണ്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വരാണ്ട് സന്ദർശിക്കാറുണ്ട്. എൻ്റെ 2-3 നോവലുകൾ അദ്ദേഹം പൂർത്തീകരിക്കാനെടുത്തു. പക്ഷെ അതൊന്നും എങ്ങും ഇതാക്കിയിട്ടില്ല. ഞാൻ തിരിച്ചൊരെണ്ണം വാങ്ങിക്കൊണ്ട് തിരിച്ചു. ഇങ്ങനെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയും എൻ്റെ സഹോദര തുല്യം എന്നെ സ്നേഹിക്കുകയും ഞാൻ അതുപോലെ തിരിച്ച് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചില സംശയങ്ങളൊക്കെ വിളിച്ചു ചോദിക്കുകയും ചെയ്യുന്നു. എന്നെ ഇവിടെ 2 വാക്ക് പറയാൻ അനുവാദം തന്നതിന് വളരെയധികം നന്ദി, സന്തോഷം. വളരെ കാലമായി രാജകുമാറിൻ്റെ സൗഹൃദം സൂക്ഷിക്കുന്ന പുതിയ എഴുത്തുകാരനാണ് A.I. രാജീവന് അച്യുതൻ രാജീവനെ ഞാൻ ആദ്യം ക്ഷണിക്കുന്നു. ഞാൻ കഥ എഴുതും എന്നറിഞ്ഞത് 92 ഒരു കഥയരങ്ങിൽ ജോർജ് ഓണക്കൂർ സാറും വാസു സാറും എൻ്റെ അധ്യാപകൻ ജെയിൻ മെഡിക്കൽ സാറും ആ കഥയരങ്ങിൽ രാജീവ് കുമാറും ഉണ്ടായിരുന്നു. അന്ന് എൻ്റെ കഥ വായിച്ചപ്പോഴാണ് പറഞ്ഞത്, രാജീവ് കഥ എഴുതുമായിരുന്നു, ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നല്ലോ. രാജീവിൻ്റെ നാടകങ്ങളിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾക്കുണ്ടായിരുന്നത്. ഞാൻ ഹരിദാസും ഞങ്ങൾ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഇങ്ങനെ എഴുതിയാൽ പോരാ, ഇനി ഇത് ഒരു ബുക്കാക്കണം, കഥകൾ ധാരാളം എഴുതാം. പക്ഷേ പിന്നെ ഫയലുകളുമായിട്ടുള്ള ഇതിലെ 10-32 കൊല്ലക്കാലം സർക്കാർ സർവീസ് ജോലി ഉണ്ടായിരുന്നു. എനിക്ക് അതിന് സമയം കിട്ടിയില്ല, ഫയലുകൾ എഴുതാനായിരുന്നു സമയം. അതിനുശേഷം 2018 എൻ്റെ ആദ്യത്തെ പുസ്തകം ഇത് ജാനകിക്ക് എന്ന കഥാസമാഹാരം പ്രസിദ്ധീകരിക്കാൻ വളരെ കരുത്തേകിയത് രാജീവ് കുമാറാണ്. അതിന് ഞാൻ നന്ദിയുണ്ട്. അതിനുശേഷം ഒരു നോവൽ എഴുതാനായിട്ട് എന്നെ നിർബന്ധിക്കുകയും എനിക്ക് പെട്ടെന്ന് നോവൽ എഴുതാനുള്ള ആ ഒരു ശക്തി ഊർജം പകർന്നുതരികയും ചെയ്തു. എൻ്റെ നോവൽ പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം കഥാസമാഹാരം പ്രസിദ്ധീകരിച്ചു. പിന്നെ വീണ്ടും എനിക്ക് എഴുതാനുള്ള ഒരു ആവേശവും, ഇത് പുതിയ എഴുത്തുകാരെന്നുള്ള രീതിയിലല്ല, എല്ലാ പുതിയ എഴുത്തുകാരെയും സാഹിത്യ ലോകത്തിൽ കൈപിടിച്ചുയർത്തുന്നതിന് രാജീവ് കുമാറിനെ പോലെയുള്ള ഒരു സാഹിത്യകാരൻ, പ്രബലനായ ശക്തനായ ഒരു സാഹിത്യകാരൻ ഉണ്ടെങ്കിൽ നമ്മുടെ സാഹിത്യശാഖ വളരെയധികം വികസിക്കും, വലുതാകും. അവർക്ക് വേണ്ട വേദി കൊടുക്കുന്നതിനും അവർക്ക് വേണ്ട ശക്തി പകർന്നു നൽകുന്നതിനും അദ്ദേഹം തുടർന്ന് വരുന്ന ഈ പ്രവർത്തനങ്ങൾ ഇനിയും തുടരാൻ കഴിയുമാറാകട്ടെ. ധാരാളം പുതിയ എഴുത്തുകാർ പരിധിയിലൂടെ സാഹിത്യകാരന്മാരായി വരട്ടെ
എന്ന് മാത്രം ഈ 50 വർഷം തികയുന്ന അദ്ദേഹത്തിൻ്റെ ഈ സാഹിത്യ സബരിയിൽ 50 വർഷം തികയുന്ന അദ്ദേഹത്തിന് വേണ്ട ദൈവത്തോട് നന്ദി. പിന്നെ അദ്ദേഹം ഇനിയും വളരെ കാലം സാഹിത്യ സബരി തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമുക്ക് ചായ കുടിക്കാം. പുറത്ത് ചായ ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ, ഇനിയും സംസാരിക്കാൻ ഏറെ പേരുണ്ടെന്നറിയാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, എഴുതി തരിക, നമുക്കതൊരു പുസ്തകമാണ്. ശ്രീ എം രാജീവ് കുമാറിൻ്റെ എഴുത്തിൻ്റെ 50 വർഷങ്ങൾ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടുള്ള ആദര സമ്മേളനം ആരംഭിക്കുകയാണ്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനും മുൻ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും ഞങ്ങളുടെയൊക്കെ വളരെ അടുത്ത സുഹൃത്തുമായ അഡ്വക്കേറ്റ് കെ റഷീദാണ്. റഷീദിനെ അധ്യക്ഷനായി ഞാൻ ക്ഷണിക്കുന്നു. രാജീവം എന്ന പരിപാടിയുടെ സംഘാടനത്തിൻ്റെ മുഖ്യ ചുമതല വഹിക്കുന്ന പ്രദീപ് പനങ്ങാട് സ്വാഗതം ആശംസിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. വേദിയിലുള്ള ബഹുമാനപ്പെട്ട കേരള പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട ശ്രീ പന്ന്യൻ രവീന്ദ്രൻ, ബഹുമാനപ്പെട്ട ശ്രീ ചെറിയാൻ ഫിലിപ്പ്, ബഹുമാനപ്പെട്ട ശ്രീ ജി ശങ്കർ, പ്രിയപ്പെട്ട സുഹൃത്ത് സുധകുട്ടി, ശ്രീ എ റഷീദ്, ശ്രീ എം രാജീവ് കുമാർ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ രാജീവ് കുമാറിൻ്റെ എഴുത്തിൻ്റെ 50 വർഷങ്ങളാവുകയാണ്. 1973 രാജീവ് കുമാർ എഴുതി തുടങ്ങിയത്. ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് അദ്ദേഹം ആർട്സ് കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്ടവിഷയം സ്പോർട്സായിരുന്നു. അന്ന് എൻ കൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു ക്ലാസ് കേട്ട് സ്പോർട്സ് ഒക്കെ അവസാനിപ്പിച്ച് സാഹിത്യത്തിലേക്ക് രാജീവ് കുമാർ വരികയാണ് ചെയ്തത്. പിന്നീട് അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് രാജീവ് കുമാർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ എഴുത്തിൽ അദ്ദേഹം കഥ മാത്രമല്ല, അദ്ദേഹം നോവൽ, റേഡിയോ നാടകങ്ങൾ, നിരൂപണങ്ങൾ, ലേഖനങ്ങൾ, അങ്ങനെ തുടങ്ങി അനുഭവക്കുറിപ്പുകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് സാഹിത്യ കൃതികൾ അദ്ദേഹം ഈ 50 വർഷത്തിനിടയ്ക്ക്. സാധാരണ എഴുത്തുകാരൊക്കെ ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ രാജീവ് കുമാറിന്റെ കാര്യത്തിൽ അത്തരം ഒരു ബ്രേക്കൊന്നും ഉണ്ടായില്ല. ഈ 50 വർഷവും നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും എഴുതുന്ന മലയാളത്തിലെ ഒരു എഴുത്തുകാരനാണ് രാജീവ് കുമാർ എന്ന് പറയുന്നത്. കാരണം ആധുനികതയുടെ കാലത്താണ് അദ്ദേഹം എഴുതി തുടങ്ങിയെങ്കിലും ആധുനികതയുടെ ഒന്നും നിഴൽ പറ്റാതെ, ആധുനികതയൊന്നും ആ സൈദ്ധാന്തികമോ ആശയപരമായ തലങ്ങളിലൊന്നും പോകാതെ പ്രത്യേക തരത്തിലുള്ള സ്വന്തമായൊരു വഴി ആണ് രാജീവ് കുമാർ തുടക്കത്തിൽ മുതൽ കണ്ടുപിടിച്ചത്. അത് ആ എഴുത്തിന്റെ കണ്ടന്റിലായാലും ശരി, എഴുത്തിന്റെ ഫോമിലായാലും ശരി, എഴുത്തിന്റെ ആഖ്യാനത്തിലായാലും ശരി, രാജീവ് കുമാറിൻ്റെതായിരിക്കുന്ന ഒരു പ്രത്യേക ലോകമാണ് സൃഷ്ടിച്ചത്. അതിന്റെ സാധ്യതകളെക്കുറിച്ചും അതിന്റെ പരിമിതികളെക്കുറിച്ചും രാജീവ് കുമാറിന് നന്നായി അറിയാം. അതേപോലെ തന്നെ അദ്ദേഹം ധാരാളം നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ നാടകങ്ങളൊന്നും പലപ്പോഴും നാടകങ്ങളൊക്കെ സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റേഡിയോയ്ക്ക് വേണ്ടി കേരളത്തിലെ വിശ്വസാഹിത്യത്തിലെ തന്നെ കാരമോ സഹോദരന്മാർ ഉൾപ്പെടെയുള്ള ധാരാളം കൃതികൾ റേഡിയോയ്ക്ക് വേണ്ടി രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, നോവലേറ്റ് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ബൃഹത്തായ ഒരു സാഹിത്യ പ്രപഞ്ചം, എഴുത്തിന്റെ പ്രപഞ്ചമാണ് രാജീവ് കുമാറിന്റെ. അങ്ങനെ രാജീവ് കുമാറിന്റെ ഈ 50 വർഷം ആ ഇടത്തിന്റെ ആ നൈരന്തര്യത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം എന്ന്
നമ്മൾ സുഹൃത്തുക്കൾ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. രാജീവ്കുമാറിനോട് ആദ്യം കാര്യമൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് താല്പര്യമൊന്നും തോന്നിയില്ല. കാരണം സാധാരണ ഇത്തരം കാര്യങ്ങളോട് അധികം താല്പര്യമൊന്നും പ്രകടിപ്പിക്കാത്ത ആളാണ് രാജീവ്കുമാർ. പക്ഷേ എന്തായാലും നമ്മുടെ സുഹൃത്തുക്കൾ ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് പറയുകയും അതിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. അന്ന് എനിക്ക് തോന്നുന്നു 1900 ഇത് മാത്രമല്ല, ഒരു തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സാഹിത്യ പരിപാടികളൊക്കെ, സാഹിത്യ സംഘാടനത്തിലൊക്കെ രാജീവ്കുമാർ വളരെയേറെ ശുഷ്കാന്തി കാണിക്കാൻ നേതൃത്വം കൊടുക്കുകയും ചെയ്തു. കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരിക്കും. അന്ന് സഖാവ് വി ശിവൻകുട്ടിയായിരുന്നു അന്ന് SFI യുടെ സംസ്ഥാന പ്രസിഡന്റ്. അന്ന് നടന്ന എല്ലാ പരിപാടികളിലെയും നേതൃത്വം കൊടുത്തിരുന്നത് രാജീവ്കുമാർ. അന്ന് എനിക്ക് തോന്നുന്നു കേരളത്തിലെ ക്യാമ്പസുകളിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ക്യാമ്പ് വേളയിൽ വെച്ച് നടത്തി. 1986 ആ ക്യാമ്പിന്റെ ഡയറക്ടർ പി ഗൗതമപിള്ളയായിരുന്നു. അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എം രാജീവ്കുമാർ. എം പി നാരായണപിള്ളയെ പോലെ ഉള്ള ആളുകൾ ആ ക്യാമ്പിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ആ വർഷമാണ് കലാലയ കവിത എന്ന 2 സമാഹാരങ്ങൾ. ആ 2 സമാഹാരങ്ങൾക്കും അന്ന് റഷീദായിരുന്നു ചെയർമാനെങ്കിലും ആ 2 സമാഹാരങ്ങൾ സംഘടിപ്പിക്കുകയും അതിനുള്ളടക്കം തീരുമാനിക്കുകയും ഒക്കെ ചെയ്തത് രാജീവ്കുമാറാണ്. അന്ന് ആ സമാഹാരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എഴുത്തുകാരാണ്. ഇവിടെ വരാനുള്ള PK രാജശേഖരൻ, അൻവർ, അനിത തമ്പി, ഗിരീഷ് പുലിപ്പുണ്ടെന്ന് തോന്നുന്നു, ഗിരീഷ് പുലി, ഇവരെ തുടങ്ങിയവരൊക്കെ തന്നെ അവരുടെ ആദ്യകാല കൃതികൾ പ്രസിദ്ധീകരിച്ചത് ഈ കലാലയ കഥ, കലാലയ കവിത എന്ന ഈ സമാഹാരങ്ങളിലാണ്. അവരൊക്കെ ഇന്ന് വരികയാണ്. ഈ കഴിഞ്ഞ ദിവസം റഷീദ് എന്നോട് പറഞ്ഞ അന്നത്തെ ആ എഴുത്തുകാരെ എല്ലാം കൂടി നമുക്ക് വിളിച്ചുകൂട്ടി വീണ്ടും വേളിയിൽ ഒരു 2 ദിവസത്തെ ക്യാമ്പ് നടത്തണം എന്ന് റഷീദ് എന്നോട് പറയുകയും ചെയ്തു. അങ്ങനെ ഇവിടെ നടന്ന ആ ക്യാമ്പസുകളിലായാൽ പോലും പല ക്യാമ്പസ് തിയേറ്റർ തുടങ്ങിയ പരിപാടികൾക്കും രാജീവ്കുമാർ നേതൃത്വം നൽകി. അങ്ങനെ ഉള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ് എം രാജീവ്കുമാർ. എന്തായാലും ഞാൻ നീട്ടുന്നില്ല. രാജീവിന്റെ ഈ രാജീവം എന്ന് പറയുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആദ്യം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിലെ അധ്യക്ഷത വഹിക്കുന്നത് അഡ്വക്കേറ്റ് A. റഷീദാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാനാണ്. അതിലൊക്കെ ഉപരി നേരത്തെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരുന്നു. അന്ന് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായിരിക്കുമ്പോഴാണ് ജ്യോതിബാസു യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ യൂണിയൻ ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. അങ്ങനെ ധാരാളം തിരുവനന്തപുരത്തെ ധാരാളം സാംസ്കാരിക പരിപാടികൾ, സ്വർലയ, കൈരളി TV ഇതെല്ലാം അതിലൊക്കെ നയിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് റഷീദ്. ഞാൻ റഷീദിനെ സ്നേഹത്തോടെയും ആദരവോടെയും സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിലെ മുഖ്യ അതിഥി ഉദ്ഘാടനം, ഉപഹാര സമർപ്പണം നടത്തുന്നത് ആദരണീയനായ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. അദ്ദേഹവും 1980-കളിലെ കേരളത്തിലെ ക്യാമ്പസുകളിലെ ഏറ്റവും പുതിയ തരത്തിലുള്ള സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികൾ ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്തയാളാണ്. ഞങ്ങളുടെയൊക്കെ ഈ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരുപാട് പ്രചോദനങ്ങളും ഒരുപാട് വഴികാട്ടുകയൊക്കെ ചെയ്തതാണ് സഖാവ് വി ശിവൻകുട്ടി. ഞാൻ അദ്ദേഹത്തെയും ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ്. രവിചേട്ടനെ കുറിച്ച് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാ പരിപാടികളിലും സ്ഥിരമായി വരികയും നമ്മളോടൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. നല്ലൊരു വായനക്കാരനാണ്, എഴുത്തുകാരനാണ്. ശ്രീ പന്ന്യൻ രവീന്ദ്രനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ശ്രീ ചെറിയാൻ ഫിലിപ്പും ഈ തിരുവനന്തപുരത്തെ എല്ലാ സാംസ്കാരിക രാഷ്ട്രീയ പരിപാടികളിലും ഉള്ളയാളാണ്. നമ്മുടെ എല്ലാ പരിപാടികളിലും നമ്മളോടൊപ്പം തന്നെ സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തതാണ്. മാത്രമല്ല അദ്ദേഹം കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് എഴുതിയ കാൽ നൂറ്റാണ്ട് എന്ന പുസ്തകം തന്നെ ഇന്നും ഈ ഒരു ആളുകൾ വളരെ സജീവമായി തന്നെ വായിക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്തു. മറ്റൊന്ന് ഇവിടെ പങ്കെടുക്കുന്ന ജി ശങ്കർ എനിക്ക് തോന്നുന്നത് രാജീവ്കുമാറിന്റെ സഹപാഠിയായിരുന്നു അല്ലെ. അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശങ്കറാണ്. ശങ്കർ ഞങ്ങളുടെയൊക്കെ എല്ലാ പരിപാടികളിലും ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ഞങ്ങളെയൊക്കെ പിന്തുണ നൽകുകയും ചെയ്യുന്നതാണ് ജി ശങ്കറിനെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ശ്രീ PK രാജശേഖരൻ, ശ്രീ മധുവാൻ എന്നിവരാണ് ഇതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞത്. അവരെത്തിച്ചേരും എന്നാണ് വിശ്വസിക്കുന്നത്. മറ്റൊരാൾ ശ്രീമതി സുധക്കുട്ടിയാണ്. സുധക്കുട്ടിയും ഇതേപോലെ തന്നെ 1980-കളിലെ ക്യാമ്പസിൽ നിന്ന് ഉയർന്നു വന്ന എഴുത്തുകാരിയാണ്. ഇപ്പോഴും റഷീദ് പറഞ്ഞു ആ 6 വിരലുള്ള കുട്ടിയെ കുറിച്ച് ഇപ്പോഴും അന്നത്തെ അവാർഡ് കിട്ടിയ ആ പുസ്തകത്തെക്കുറിച്ച് ഇപ്പോഴും റഷീദ് പറയുകയും ചെയ്തു. സുധക്കുട്ടി വളരെയൊക്കെ ഒരുപാട് കഥകൾ, അനുസ്മരണക്കുറിപ്പുകളൊക്കെ എഴുതിയ ആളാണ്. സുധക്കുട്ടിയെ ഞാൻ വളരെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാള് ഈ പരിപാടിയിലെ രാജീവ്കുമാറാണ്. രാജീവ്കുമാറിനെ സ്വാഗതം ചെയ്യേണ്ടതില്ല. നേരത്തെ തന്നെ നമ്മൾ പല പ്രാവശ്യം അദ്ദേഹത്തെ സ്വാഗതം ചെയ്താണ്. എന്തായാലും ഈ പരിപാടിയിൽ വന്നു. ഈ പരിപാടിയിലെ പൂർണ്ണ സമയത്തെ സാന്നിധ്യം ശ്രീ രാജീവ്കുമാറിനുണ്ട്. ഞാൻ രാജീവ്കുമാറിനും സ്വാഗതം ആശംസിക്കുന്നു. ധാരാളം മാധ്യമ പ്രവർത്തകർ ഇവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ സ്വാഗതം ചെയ്യുന്നു. രാജീവ്കുമാറിന്റെ ധാരാളം സുഹൃത്തുക്കള്, എഴുത്തുകാര്, പിന്നെ സഹയാത്രികയായിട്ടുള്ള ധാരാളം പേര് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
ബഹുമാന്യരെ, എം രാജീവ് കുമാറിൻ്റെ എഴുത്തിൻ്റെ 50 വർഷം പൂർത്തിയാവുക. ഈ തലസ്ഥാന നഗരിയിൽ 50 വർഷവും തുടർച്ചയായി ഇവിടെ ജീവിച്ച് സാഹിത്യ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരാളെ ഈ തലസ്ഥാനം ഇത്രയും നാൾ മറന്നിരിക്കുന്നു എന്നതാണ് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഞങ്ങളിലുണ്ടായ പ്രചോദനം. രാജീവിനെ സംബന്ധിച്ച് 1978 കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ ഞങ്ങൾ ഡിഗ്രിക്ക് ചേരുമ്പോൾ രാജീവ് അന്ന് അവിടുത്തെ PG വിദ്യാർത്ഥിയാണ്. കോളേജിലെ സാഹിത്യ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു സമന്വയമായിട്ടുള്ള യൂണിവേഴ്സിറ്റി കോളേജ് സ്റ്റുഡൻസ് ഫോറം എന്ന ഒരു കലാ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് രാജീവുമായിട്ടുള്ള പരിചയം ആരംഭിക്കുന്നത്. അന്ന് സാംസ്കാരിക വിദ്യാഭ്യാസ രംഗത്ത് ആനുകാലിക പ്രസക്തമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കോളേജ് ക്യാമ്പസുകളിൽ ചർച്ച ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ ഏറ്റവും ഉന്നത മൂല്യം പുലർത്തുന്ന മഹത് വ്യക്തികളെ പങ്കെടുപ്പിക്കുന്ന വലിയ ഉത്തരവാദിത്വം അതിൻ്റെ സംഘാടനത്തിലും അവരെ പങ്കെടുപ്പിക്കുന്നതിലും രാജീവ് വഹിച്ചിട്ടുണ്ട് എന്നത് എന്നെ രാജീവിലേക്ക് അടുപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. കോളേജ് എന്ന് പറയുന്നത് മലയാള സാഹിത്യ സാമ്രാജ്യത്തിലെ ONV സാറിൻ്റെയും തിരുനെല്ലൂരിൻ്റെയും വിനയചന്ദ്രൻ സാറിൻ്റെയും B രാജീവിൻ്റെയും ഹൃദയകുമാരി ടീച്ചറിൻ്റെയും അങ്ങനെ കേരളം ആദരിക്കുന്ന പ്രഗത്ഭ വ്യക്തികളുടെ അധ്യാപനം കൊണ്ട് ശ്രേഷ്ഠമായ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ രാജീവ് കുമാർ എന്ന കലാകാരൻ അവിടെ രൂപപ്പെടുകയുണ്ട്. കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ രാജീവിൻ്റെ എഴുത്തുകൾ സാഹിത്യത്തെക്കാൾ കൂടുതൽ നാടകരചനയിലായിരുന്നു. സ്ഥാപനം എന്ന ഒരു നാടകം അന്ന് കോളേജ് ക്യാമ്പസുകളിലും സർവകലാശാല യൂണിയൻ ഫെസ്റ്റിവലിലൊക്കെ അവതരിപ്പിച്ച് അതിലൂടെ പുതിയ നാടക താരങ്ങളെ, നടന്മാരെ കലാ സാംസ്കാരിക രംഗത്തേക്ക് വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിൻ്റെ നാടകരചനകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നത് വിസ്മരിക്കാൻ കഴിയുന്നതാണ്. ആ കാലഘട്ടത്തിൽ തന്നെ മാധവിക്കുട്ടി എന്ന ലോകമറിയുന്ന സാഹിത്യകാരി തിരുവനന്തപുരത്ത് താമസമാകുമ്പോൾ അവരെയും യൂണിവേഴ്സിറ്റി കോളേജിൽ കൊണ്ടുവന്ന് കോളേജ് തല പരിപാടികളിൽ കുട്ടികളുമായിട്ടുള്ള സംവാദങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ കലയും സാഹിത്യവും കോളേജ് ക്യാമ്പസിലേക്ക് പിടിച്ചു നിർത്തുന്ന ഒരു വലിയ പങ്ക് രാജീവ് വഹിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് തുടർന്ന ബന്ധമാണ് പിൽക്കാലത്ത് സർവകലാശാല യൂണിയൻ ചെയർമാനായപ്പോൾ ഇന്ന് മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരെയും കലാകാരന്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് കലാലയ കഥ, കലാലയ കവിത എന്ന 2 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുവാൻ വേണ്ടി മുൻകൈയെടുത്തത് രാജീവാണ്. അന്ന് ഞാൻ ചെയർമാനായി പ്രവർത്തിക്കുന്നുവെങ്കിലും അതിൻ്റെ എല്ലാ സംഘാടനവും രാജീവാണ് വഹിച്ചിട്ടുള്ളത്. ഇന്റർ യൂണിവേഴ്സിറ്റി നാടകോത്സവം സംഘടിപ്പിക്കുവാൻ മുൻകൈയെടുക്കുന്നത് രാജീവാണ്. കേരളം കണ്ട ഏറ്റവും വലിയ സാഹിത്യ ക്യാമ്പ് വേളി യൂത്ത് ഹോസ്റ്റൽ നടത്തുന്ന സന്ദർഭത്തിൽ MP നാരായണപിള്ളയും കാക്കനാടനും മാധവിക്കുട്ടിയും അങ്ങനെ പ്രഗത്ഭമായിട്ടുള്ള നിരവധി സാഹിത്യത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തികളെ പങ്കെടുപ്പിച്ച് പുതിയ തലമുറയ്ക്ക് അവരെ പരിചയപ്പെടുത്തുന്ന മഹത്തായ കാര്യം ചെയ്തത് രാജീവാണ്. എഴുത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രസാധനത്തിന്റെ കാര്യത്തിൽ, പ്രസിദ്ധീകരണത്തിന്റെ കാര്യത്തിൽ, അതിനേക്കാൾ ഉപരി സംഘാടനത്തിൽ രാജീവിന്റെ മികവ് എപ്പോഴും എടുത്തു പറയേണ്ടതാണ്. അങ്ങനെയുള്ള രാജീവ് കുമാർ പിൽക്കാലത്ത് കരിവട്ടം ക്യാമ്പസിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ അധീനതയിലുള്ള സർവകലാശാല റിസർച്ച് യൂണിയന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് ആൾ ഇന്ത്യ റേഡിയോയിൽ ജോലിയായി ബന്ധപ്പെട്ട് പോകുന്ന സന്ദർഭത്തിലും അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പാത തുടരുകയായിരുന്നു. റിസ്ക്കുള്ള ആ പണി ചെയ്ത് ഇന്ന് കേരളത്തിലെ പുസ്തക പ്രകാശന രംഗത്ത് തലയെടുപ്പുള്ള ഒരു പ്രസാധന കമ്പനിയായി നിലനിൽക്കുകയാണ്.
സ്വാഭാവികമായും ഇത്രയേറെ കഴിവും അറിവും സാഹിത്യ ലോകത്തിന് സംഭാവന ചെയ്ത 50 വർഷം സാഹിത്യത്തിൽ തിളങ്ങി നിന്ന ഒരു വ്യക്തിയെ നമ്മുടെ സമൂഹം മറക്കുന്ന സാഹചര്യത്തിലാണ് കോളേജിൽ പഠിച്ച അദ്ദേഹവുമായി സഹകരിച്ച ഒരു കൂട്ടം ആളുകൾ ചേർന്ന പ്രദീപിന്റെയും എന്റെയും നേതൃത്വത്തിൽ ഇന്ന് ഇങ്ങനെ ഒരു രാജീവികം എന്ന ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. ബഹുമാന്യനായ മന്ത്രി ഇവിടെ പങ്കെടുത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം എന്നതിലുപരി രാജീവുമായിട്ടുള്ള സൗഹൃദ ബന്ധത്തിലും ആ കാലഘട്ടത്തിൽ കേരളത്തിലെ കലാലയങ്ങളിൽ ഉയർന്നു വന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലും വിദ്യാർത്ഥികളുടെ പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും രാജീവ് നൽകിയ സംഭാവനയുടെയും കൂടെ അടിസ്ഥാനത്തിലാണ് എന്ന് കാണുകയാണ്. ഇതിനെല്ലാം രാജീവിനെ പ്രേരിപ്പിച്ചത് രാജീവിന്റെ കുടുംബമാണ്. ആ കുടുംബം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2 മണി മുതൽ ആരംഭിച്ച സൗഹൃദ സംഗമത്തിൽ ഒട്ടനവധി മലയാളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാർ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. അത് വലിയൊരു അനുഭവമായി കാണുകയാണ്. അതിൻ്റെ സമാപനം കുറിക്കുന്ന ഈ ആദരവിൻ്റെ സമ്മേളനത്തിൽ ഇന്ന് അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ള ബഹുമാനനും പ്രിയങ്കരനുമായ മന്ത്രി പി ശിവൻകുട്ടിയെ ഉദ്ഘാടന പ്രസംഗത്തിനായി ഞാൻ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയങ്കരനായ അനുമോദന യോഗത്തിന്റെ അധ്യക്ഷൻ സഖാവ് എ റഷീദ്, പ്രിയങ്കരനായിട്ടുള്ള എൻ്റെ സുഹൃത്ത് എം രാജീവ്കുമാർ, വേദിയിലുള്ള ഏറ്റവും ബഹുമാന്യരെ, ഈ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരെ, ശ്രീ എം രാജീവ്കുമാറിനെ അനുമോദിക്കുന്ന ഈ ചടങ്ങിൽ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക കലാരംഗത്തെ പ്രമുഖരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന വിവരം എനിക്ക് അറിയാം. എല്ലാവരെയും നേരിൽ അറിയാവുന്നവരാണ്. ഇങ്ങനെ ഒരു സദസ്സിൻ്റെ മുന്നിൽ ഞാൻ രാജീവ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ട ഒരു കാര്യമില്ല. രാജീവ് കുമാറിന് വ്യക്തിപരമായി ബന്ധമുള്ളതും സാഹിത്യ രംഗത്ത് കലാരംഗത്ത് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരും ഒരുപാട് ആത്മാർത്ഥമായാണ് രാജീവ് കുമാറിനെ അഭിവാദ്യം ചെയ്തതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സദസ്സിൽ രാജീവ് കുമാറിന്റെ പ്രവർത്തനം സംബന്ധിച്ചിടത്തോളം ഞാൻ ആവർത്തിക്കേണ്ട ഒരു കാര്യമില്ല. സഖാവ് റഷീദ് കുറേ കാര്യങ്ങളിലൂടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയും തയ്യാറായിട്ടുണ്ട്. എന്തായാലും രാജീവ് കുമാർ വളരെ ഭാഗ്യവാനാണ്. അത്യപൂർവമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കിട്ടുന്ന ഒരു സദസ്സാണ് രാജീവ് കുമാറിന് കിട്ടിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഓരോ വ്യക്തികളോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു സദസ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എം രാജീവ്കുമാറിന്റെ എഴുത്തിന്റെ അരനൂറ്റാണ്ടിന്റെ വിശേഷങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നാം എല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത്. ഞാനിവിടെ എന്ന് പറയുന്നേക്കാൾ അദ്ദേഹം സാഹിത്യരംഗത്തും കലാരംഗത്തും ഒക്കെ തന്നെ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം മനോഹരമായി അവതരിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളെല്ലാവരും. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തന കാലഘട്ടം മുതൽ തന്നെ രാജീവിനെ എനിക്ക് നന്നായി തന്നെ അറിയാം. എപ്പോഴും രാജീവ് സൗമ്യനാണ്, എന്നാൽ എഴുത്തിൽ കലാപകാരിയും ആണ്. എഴുത്തുകാർ അധികാരവർഗത്തോട് സമരസപ്പെട്ട് അംഗീകാരങ്ങൾ വാങ്ങുന്ന എന്ന ആക്ഷേപം ചിലരെയെങ്കിലും ഉന്നയിക്കാറുണ്ട്. എന്നാൽ രാജീവ് കുമാറിനെ ഈ അരനൂറ്റാണ്ടിനിടയ്ക്ക് ഒരു അധികാര ഇടനാഴിയിലും ആരും കണ്ടിട്ടുണ്ടാവില്ല എന്നത് അദ്ദേഹത്തിന് അഭിമാനിക്കാം എന്നുള്ള കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. ജീവിതാനുഭവങ്ങളുടെ ആകത്തുകയാണ് അദ്ദേഹത്തിന്റെ തൂലിക. എഴുത്തിലെ സൂക്ഷ്മതയാണ് മറ്റൊരു പ്രത്യേകത.
സമകാലിക സംഭവങ്ങളോട് വളരെ തുറന്നുള്ള പ്രതികരണമാണ് രാജീവ് കുമാറിന്റെ. 300-ലധികം കഥകൾ രാജീവ് കുമാർ എഴുതിയപ്പോൾ ഓരോന്നും വ്യത്യസ്ത അനുഭവങ്ങളാണ് വായനക്കാർക്ക് നൽകിയിട്ടുള്ളത്. രാജീവ് കുമാറിന്റെ ലേഖനങ്ങൾ സാമൂഹ്യ പ്രസക്തിയുള്ളതും ഏറെ മൂർച്ചയുള്ളതും ആകുന്നു. സമകാലിക എഴുത്തുകാരിൽ നിന്നും പ്രസാധകരിൽ നിന്നും രാജീവ് കുമാറിന് അത്ര കണ്ട പ്രോത്സാഹനം ലഭ്യമായിട്ടില്ല എങ്കിലും രാജീവ് കുമാർ വേണ്ട പിന്തുണ ഒരു തലമുറയുടെ എഴുത്തുകാർ നൽകുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തിച്ച റഷീദ് അടക്കമുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും എം രാജീവ് കുമാറിന് ഈ രംഗത്ത് കൂടുതൽ സംഭാവനകൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജീവ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചർച്ച ചെയ്യുന്ന അവസരത്തിൽ അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും ഒക്കെ തന്നെ സൂചിപ്പിച്ചത് ക്യാമ്പസിൽ നിന്ന് വളർന്നു വന്ന സാഹിത്യകാരൻ എന്നുള്ള നിലയിലാണ്. ഒരു സർവകലാശാല യൂണിയനും ഒരു കോളേജ് യൂണിയനും എങ്ങനെ കലാ സാഹിത്യ രംഗത്തും മറ്റു രംഗത്തുമൊക്കെ തന്നെ താല്പര്യമുള്ളവരെ വളർത്തിക്കൊണ്ടുവരും, അതിനൊരു അവസരം ഉണ്ടാവും എന്നുള്ളതിന് തെളിവാണ് രാജീവ് കുമാർ. അവസരങ്ങളാണ് വ്യക്തികളെ സൃഷ്ടിക്കുന്നത്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ കേരളീയ ജീവിതത്തിൽ കേരള സർവകലാശാല യൂണിയനുകളും കോളേജ് യൂണിയനുകളും കലാ സാംസ്കാരിക രംഗത്ത് വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. നമ്മുടെ എല്ലാ കോളേജ് യൂണിയനുകളും ഉദ്ഘാടനം ചെയ്യുവാനും മുഖ്യ പ്രഭാഷണം നടത്തുവാനും ആർട്സ് ക്ലബിൽ ഉദ്ഘാടനം ചെയ്യുവാനും കേരളത്തിലെ ഏറ്റവും മുന്തിയ കലാകാരന്മാരും കലാകാരികളും സാംസ്കാരിക നായകന്മാരുമാണ് വന്നുകൊണ്ട് ഇരുന്നത്. അതിന്റെ ഗുണം നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഈ സർവകലാശാല യൂണിയന്റെയും കോളേജ് യൂണിയന്റെയും ഒക്കെ ഉത്തരവാദിത്വം വഹിക്കുന്നവർ ഒരു പുനർചിന്തനം നടത്തേണ്ട ഒരു കാലഘട്ടമാണെന്ന് എനിക്ക് തോന്നുകയാണ്. എന്തുകൊണ്ട് അത്തരം പരിപാടികൾക്ക് ആള് കുറയുന്നു? കുട്ടികളുടെ എണ്ണം, പങ്കാളിത്തം കുറയുന്നു. എന്തുകൊണ്ട് നമുക്ക് അത്രയും വിപുലമായി നടത്തുന്നതിന് വേണ്ടി കഴിയുന്നില്ല? എനിക്ക് തോന്നുന്നത് സ്കൂൾ വിജയോത്സവം മാത്രമാണ് അതിന്റെ ഒരു, ഞാൻ അതിന്റെ മന്ത്രിയായതുകൊണ്ട് പറയില്ല, സ്കൂൾ വിജയോത്സവം മാത്രമാണ് ഇന്നും ആ ഒരു നിലവാരത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ വിജയോത്സവം കോഴിക്കോട് വെച്ച് നടന്നപ്പോൾ 14,000 കലാകാരന്മാരും കലാകാരികളാണ് പങ്കെടുത്തത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വിജയോത്സവമാണ്. ഇപ്രാവശ്യം കൊല്ലത്ത് വെച്ചാണ് നടക്കാൻ വേണ്ടി അങ്ങനെ പോകുന്നത്. ഇപ്പൊ ഞാൻ തൊഴിൽ മന്ത്രി എന്നുള്ള നിലയിൽ ITIയുടെ ചുമതല കൂടി ഉള്ളതാണ്. ഒരു രസകരമായ കാര്യം, ITI ട്രെയിനീസ് കൗൺസിലുണ്ട്. കുട്ടികളുടെ കലാ സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ട്രെയിനീസ് കൗൺസിൽ. ഇലക്ഷൻ കഴിഞ്ഞു, സത്യപ്രതിജ്ഞ ചെയ്തു, പിറ്റേന്ന് കാലാവധി തീർന്നു. ഒരു ദിവസം 1 മണിക്കൂർ പോലും അവർ പ്രവർത്തിക്കാൻ അവസരമില്ല. അങ്ങനെയൊക്കെ ഉള്ളവർ ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാനിവിടെ സൂചിപ്പിച്ചത് എം രാജീവ് കുമാറിനെ പോലുള്ള നിരവധി വ്യക്തികളാണ് ക്യാമ്പസിലൂടെ, കലാലയങ്ങളിലൂടെ കേരളത്തിലെ കലാരംഗത്തും അതുപോലെ തന്നെ മറ്റ് കലാരംഗത്ത് മാത്രമല്ല, കായിക രംഗത്തായിരുന്നാലും മറ്റു രംഗത്തൊക്കെ തന്നെ വളർന്നു വരുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുള്ളത്. ഇവിടെ രാജീവ് കുമാറിന് ഇവിടെ നൽകുന്ന ഈ ആശംസ എല്ലാവരും പങ്കെടുക്കുന്നു. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുകയാണ്, അങ്ങനെ എല്ലാവർക്കും തിരുവനന്തപുരത്തുകാർ കൊടുക്കുന്ന വലിയ സദസ്സൊന്നും കൊടുക്കാറില്ല, അങ്ങനെയാണല്ലോ. പക്ഷെ രാജീവ് കുമാറിന് ഒരു ബ്രേക്കാണ്. അത് അങ്ങനെ ഒരു പാരമ്പര്യത്തേക്ക് തന്നെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള സദസ്സാണ് രാജീവ് കുമാറിന് കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് ഈ മുഖം കാണുമ്പോൾ എല്ലാവരും കണ്ടാലും അറിയാം. എനിക്ക് എല്ലാവരും ഏതാണ്ട് ഇവിടെ ഇരിക്കുന്ന 100% ആൾക്കാരെ അറിയാം. ചിലപ്പോൾ 1-2 ആൾക്കാരുടെ പേര് ഓർമ്മയില്ലായിരിക്കും. അപ്പം അതുകൊണ്ട് എനിക്കറിയാം അവരെല്ലാവരും ഓരോ രംഗത്ത് ഇവിടെ വന്നിരുന്ന് ഇത്ര മണിക്കൂർ നേരം കഥ ചൊല്ലാനും കവിത ചൊല്ലുവാനും പാട്ട് പാടുവാനും പ്രസംഗം നടത്താനും ഒക്കെ തന്നെ കഴിവുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നവർ എന്നുള്ളവരോ കാര്യം കൂടി അവരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ചടങ്ങ് ഞാൻ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. രാജീവം സംഘാടക സമിതിയുടെ ഉപഹാരം ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ശിവൻകുട്ടി അദ്ദേഹത്തിന് നൽകുന്നതായിരിക്കും.
അതുപോലെ രാജീവ് കുമാറിന്റെ ചില സുഹൃത്തുക്കൾ അദ്ദേഹത്തിന് ഉപഹാരം കൊടുക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. അവരെ കൂടി ക്ഷണിക്കുന്നു. പി രവികുമാർ. ഇടുക്കിയിൽ നിന്ന് ഒരു സുഹൃത്ത് വന്നിട്ടുണ്ട്. ഇനിയും പുസ്തക പ്രകാശനമാണ്. ദിഗംബര സ്മരണകൾ എന്ന പുസ്തകമാണ്. 10 പുസ്തകങ്ങൾ അടങ്ങുന്ന ഒരു സമാഹാരമാണ് ഈ ദിഗംബര സ്മരണകൾ എന്ന് പറയുന്നത്. ചരിത്രം, അദ്ദേഹത്തിൽ വ്യക്തികളെ കുറിച്ച് ചിത്രങ്ങളൊക്കെയുള്ള ഒരു ബൃഹത് പുസ്തക ശേഖരമാണ്. അത് പ്രകാശിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീ പന്ന്യൻ രവീന്ദ്രനാണ്. അത് ഏറ്റുവാങ്ങുന്നത് ശ്രീമതി സുധകുട്ടിയാണ്. അടുത്തായി സംസാരിക്കാനായി ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അവരെ ക്ഷണിക്കുന്നു. ഈ രാജീവം പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവകുട്ടി, ഇവിടെ ആദര പ്രഭാഷണം നടത്താനുള്ള ചെറിയാമ്പുരത്ത് ജി ശങ്കർ, ഇ കെ രാജശേഖരൻ, മധുപാൽ, സുധക്കുട്ടി, നമ്മളെ എല്ലാവരും ഇവിടെ കൂട്ടിയിരുത്തിയ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട എഴുത്തുകാരൻ രാജീവ് കുമാർ, ഈ സദസ്സിലുള്ള ബഹുമാന്യരെ ഓരോരുത്തരെയും പേര് പറയാവുന്ന ആളുകളാണ്. ഒരുപക്ഷെ ഇവിടെ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും സമ്പന്നമായൊരു സദസ്സാണിത്. രാജീവ് കുമാറിന്റെ ഇപ്പോൾ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ 10 പുസ്തകങ്ങൾ ഒരുമിച്ച പ്രകാശനം ചെയ്തു. 10 വോള്യമാണ്. ദിഗംബര സ്മരണകൾ എന്ന പേര്. ആ പുസ്തകം 10 പുസ്തകം കൂടി 2504 പേജുണ്ട്. അത് മുഴുവനും ശ്രദ്ധയോടെ വായിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പ്രത്യേകം പറയാം, ആ പുസ്തകം എല്ലാവർക്കും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന പുസ്തകം. അത്രമാത്രം ഒഴുക്കോടെ വായിക്കാം. നല്ല ഭാഷയാണ്. അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്ന വിഷയങ്ങളും നമുക്ക് പലതും അറിയാത്ത വിഷയങ്ങളാണ്. 50 വർഷക്കാലത്തെ സാഹിത്യ ജീവിതം, അതുമായി ബന്ധപ്പെട്ട കോളേജ് സ്കൂൾ ജീവിതം, ഇവിടുത്തെ ബന്ധങ്ങൾ, ഈ തലസ്ഥാന നഗരിയുടെ പ്രൗഢി എല്ലാം ആ പുസ്തകത്തിലുണ്ട്. ചരിത്രമുണ്ട്, സാഹിത്യത്തിൻ്റെ എല്ലാ അംശങ്ങളുമുണ്ട്, കഥയും കവിതയും നാടകവും എല്ലാം ചേർന്ന ഒരു സമ്പന്നമായ കൃതിയാണ് ഈ പുസ്തകങ്ങൾ. അതിൽ രസകരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാരണ നമ്മൾ ഇത്ര വലിയൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ, എത്ര പേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വായിക്കുമെന്ന് ആദ്യം തോന്നുക. ഇത് ഓരോ പുസ്തകം വായിച്ചാലും തുടർന്ന് മറ്റു പുസ്തകങ്ങളും വായിക്കണമെന്ന് തോന്നലുണ്ടാകും. എനിക്ക് തോന്നുന്ന ആദ്യമായി അദ്ദേഹം വാട്സപ്പിൽ എഴുതിക്കൊണ്ടിരുന്നതാണ് ഓരോ ദിവസവും. അതാണ് പുസ്തക രൂപത്തിൽ ആദ്യം വരുന്നത്. അതിൽ നേരത്തെ റഷീദ് ഇവിടെ പറഞ്ഞതുപോലെ കോളേജ് ജീവിതം വളരെ പ്രധാനമായിരുന്നു. ആ കോളേജ് ജീവിതത്തിൽ തന്നെ ഒരു കോളേജ് ജീവിതം നടത്തിയിരിക്കുന്ന ഒരു വലിയ ക്യാമ്പിനെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഉള്ള ഭാഗങ്ങൾ ഞാൻ പറയല്ല.
ആ ക്യാമ്പിൽ പങ്കെടുത്ത MP നാരായണപ്പള്ളിയുടെ പ്രസംഗത്തെക്കുറിച്ച് പറയുന്നു. അതൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മൾ വായിച്ച് അറിയേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല, പ്രണയത്തിന്റെ പേരിൽ പുകവലി നിർത്തിയിരിക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്നത്. കാരണം സിഗരറ്റ് വലിക്കുമ്പോൾ സിഗരറ്റിന്റെ ഗന്ധമുണ്ടല്ലോ. പ്രണയിനി പറഞ്ഞു, ആ ഗന്ധം എനിക്ക് തീരെ ചേരില്ല, എങ്കിൽ പുകവലി നിർത്താം. അതുപോലെ ഒരുപാട് രസകരമായ ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. ഞാനെല്ലാം ഓരോന്നോരോന്ന് പറയല്ല. രാജീവ് കുമാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ, രാജീവ് കുമാർ എന്ന് പറയുന്ന ഒരു ട്യൂഷൻ മാഷ്, രാജീവ് കുമാർ എന്ന് പറയുന്ന ഒരുപാട് വിദ്യാർത്ഥിയുടെ ഗുരുനാഥൻ, ഒരു നല്ല എഴുത്തുകാരൻ, എല്ലാം കൂടി ചേർന്ന് ഈ പുസ്തകത്തിൽ നമുക്ക് ഒളിഞ്ഞൊളിഞ്ഞ് കാണാം. ഒരു കാര്യം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എഴുത്തുകാര്, പ്രൊപ്പഗണ്ട വാല്യുള്ള എഴുത്തുകാർക്ക് ഇപ്പൊ നാട്ടിൽ സ്ഥാനമുണ്ട്. സ്വയം പ്രൊപ്പഗണ്ട നടത്തണം ആ എഴുത്തുകാരൻ. പ്രൊപ്പഗണ്ടക്കുള്ള പല സൂത്രപ്പടികൾക്ക് എഴുത്തുകാർക്ക് അറിയാം. ആ സൂത്രപ്പടികളിലൂടെ തന്റെ കൃതി നാട്ടിൽ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അവർ നടന്ന ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിൽ നിന്ന് തികച്ചും മാറി നിൽക്കുന്ന ഒരു എഴുത്തുകാരാണ് രാജീവ്. ഒരു പ്രധാന പ്രസിദ്ധീകരണത്തിൽ ഒരു ദീർഘമായ നോവൽ വരുന്നു. ആ നോവലിലെ കഥാപാത്രങ്ങളുമായി ബന്ധമില്ലാത്ത കഥാപാത്രങ്ങളെ നോവൽ അഡീഷനായി കൂട്ടിച്ചേർക്കുന്നു. അത് വിവാദമുണ്ടാവുന്നു. നോവൽ നാട്ടുകാരെ മുഴുവൻ മനസ്സിനകത്ത് കടന്നു വരുന്നു. എന്തെല്ലാം സൂത്രപ്പണികൾ! പഴയകാലത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ കേരളത്തിലെ സാഹിത്യകാരന്മാര്, എഴുത്തുകാരൊക്കെ നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞെടുക്കുന്ന എങ്ങനെയാണ്? പ്രധാനപ്പെട്ട കൃതികളിലൂടെയും അവരവതരിപ്പിക്കുന്ന സംഭവങ്ങളും കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ നിറഞ്ഞെടുക്കും. ദേവിനെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ പപ്പുവിനെ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ഓരോ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ വായിക്കുമ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ആ എഴുത്തുകാരൻ, അദ്ദേഹം നമ്മുടെ മനസ്സിനകത്തേക്ക് അയക്കുന്ന അതിഥി നമ്മുടെ മനസ്സിൽ പോകാതെ അവിടെ നിൽക്കും. ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എഴുത്തിന്റെ രംഗത്ത് എന്തോ ഒരു പഴയതുപോലെ മരവിപ്പ് വന്നോ എന്നൊരു സംശയമുണ്ട്. നിങ്ങൾ പുതിയ ടെക്നോളജി ഒക്കെ പറയുമായിരിക്കും, പല കാരണങ്ങളും പറയാമായിരിക്കും. പക്ഷെ മലയാള സാഹിത്യത്തിൽ പഴയതുപോലെ നമ്മുടെ നാട്ടിൽ പുതിയ എഴുത്തുകാർക്ക് പുതിയ മേഖലയിൽ കാര്യമായി സ്വാധീനിക്കാൻ കഴിയുന്നില്ല എന്നൊരു സത്യം അവിടെ അവശേഷിക്കുന്നു. രാജീവ് കുമാറിന്റെ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് ആദ്യത്തെ വോള്യം തന്നെ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നി അതൊരു സാധാരണഗതിയിൽ ഒരു നോവൽ വായിച്ചു തീർക്കും പോലെ വായിച്ചു തീർക്കാം. എത്ര മനോഹരമായ ഭാഷയാണ്! വളച്ചുകെട്ടില്ലാതെ നേരെ ചൊവ്വ പറയുന്ന ലളിതമായ ഭാഷ. ആ ഭാഷയിൽ അവതരിപ്പിച്ചിരിക്കുന്ന 10 പുസ്തകങ്ങൾ സത്യത്തിൽ പറഞ്ഞാൽ മലയാള സാഹിത്യ രംഗത്ത് പുതിയ എഴുത്തുകാരെന്ന് ഞാൻ പറയുമ്പം ചിലർക്ക് ദേഷ്യം തോന്നും. ഒരാൾ എൻ്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ കവിതയെല്ലാം എടുത്തുകൊണ്ടുവന്ന് ഒരു അവതാരിക എഴുതാൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ കവിതയിലും വായിച്ചു നോക്കുമ്പോൾ, ശിവൻകുട്ടിക്ക് ആ കവിതയിലും വായിച്ചു നോക്കുമ്പോൾ ഒന്നും കവിതയല്ല കേട്ടോ, ഒന്നും കവിതയല്ല. പക്ഷെ എഴുതി കൊടുക്കാതിരിക്കാനും പറ്റൂല. ഞാൻ വാക്കും പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളെങ്ങനെ നന്നായി വായിക്കുമോ? അപ്പോഴും പറഞ്ഞു, അയ്യോ സർ, ഒന്നിനും നേരമില്ല, വായിക്കാൻ തീരെ നേരമില്ല. കോളേജിൽ പഠിക്കുമ്പോൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. അത് നമുക്ക് പഠിക്കാനേ നേരമുള്ളൂ. ഞാൻ നന്നായി പഠിച്ച് ഇപ്പം വായിക്കാൻ നേരമുള്ളൂ, എഴുതാനേ നേരമുള്ളൂ. എന്ത് എഴുതുന്നത്? നമ്മുടെ ചരിത്രം പഠിക്കാതെ, നമ്മുടെ പുരാണം പഠിക്കാതെ, നമ്മുടെ പഴയ കൃതികൾ വായിക്കാതെ എങ്ങനെ എഴുത്തുകാരനാവുന്നു? എഴുത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും കോപ്പിയടി പോലെ ആവുന്ന ഒരു ഗതി വരുന്നു. നമുക്ക് എത്ര നല്ല എഴുത്തുകാരുണ്ടായിരുന്നു. അവരുടെ കൃതികൾ വായിച്ചാൽ തന്നെ നമ്മൾ അറിയാതെ ചിലതൊക്കെ നമ്മൾ മൂളിപ്പാട്ട്. നമ്മൾ ചെറുപ്പക്കാരൊക്കെ പഴയ കാലത്ത് കായലരികത്തെ വലിയെറിഞ്ഞപ്പം വളകലുക്കിയ സുന്ദരി എന്ന് പറയുന്ന നമ്മുടെ പി ഭാസ്കരന്റെ പാട്ട് കേട്ട്
നമ്മളൊക്കെ പഠിക്കുമ്പോൾ അതാണ് ഈ പെൺകുട്ടികളെ കാണാൻ പറഞ്ഞ കായലരികത്തെ വലിയറിഞ്ഞപ്പോൾ വളകിരിക്കുക സുന്ദരി പെണ്ണ് കെട്ടിലെ കുറിയെടുക്കും ഒരു ചെറുക്കിന് ചേർക്കണേ എന്ന് പറഞ്ഞാൽ എന്നെ ഉൾപ്പെടുത്തണമെന്നാണ്. ഒരു പ്രണയമാണ് ആ പാട്ട്. നമുക്ക് എത്ര പാട്ടുകൾ നമ്മുടെ നാട് മനുഷ്യ മനസ്സുകളിൽ നമ്മുടെ എഴുത്തുകാർ സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പുതിയ ലോകമുണ്ടായിരുന്നു. എന്തോ നമുക്കവിടെ മരവിപ്പ് വെച്ചോ എന്നെനിക്കറിയില്ല. കോട്ടയത്ത് നടന്ന പുരോഗമന സാഹിത്യ സമ്മേളനത്തിൽ ചങ്ങമ്പുഴയാണ് അധ്യക്ഷ പ്രസംഗം നടത്തിയത്. സാക്ഷാൽ ചങ്ങമ്പുഴ വിശ്വവിപ്ലവത്തിന്റെ വളർച്ചയെക്കുറിച്ചാണ്. ചുവപ്പിന്റെ മേഖല ലോകത്ത് വ്യാപിക്കുന്നുവെന്നാണ് അദ്ദേഹം തുടങ്ങിയത്. അദ്ദേഹം ലോകപ്രസിദ്ധരായ എഴുത്തുകാരെ അവിടെ വെച്ച് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ലോകം പോകുന്നത് ചുവപ്പിന്റെ വഴിയിലേക്കാണ്. എത്ര മനോഹരമായിരുന്നത്! നമ്മൾ ആ എഴുത്തുകാരെല്ലാവരും നമുക്ക് പഴയ കാലത്ത് എല്ലാ എഴുത്തുകാരും പുരോഗമന പ്രസ്ഥാനത്തിന് വഴിയാണ്. പുരോഗമനം എന്ന് പറയുമ്പോൾ ഇപ്പൊ ചിലർക്കൊക്കെ എതിരെ ഇഷ്ടപ്പെടില്ല. പുരോഗമനത്തിന്റെ ഉള്ളടക്കം എന്താ? പാവപ്പെട്ട മനുഷ്യൻ, അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ, അവന്റെ മോചനമാണ് ലോകത്തിനാകമാനം ഏറ്റവും വലിയ മുദ്രാവാക്യം. ആ മോചനമാണ് നമ്മൾ ലോകം ആഗ്രഹിക്കുന്നത്. ആ മോചനത്തിന് വേണ്ടി ലോകത്തിലെ പ്രമുഖരെല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് യുദ്ധഭൂമിയിൽ കാമുകൻ പോകുമ്പോൾ കാമുകൻ കത്തയക്കുന്നു, ഞാൻ യുദ്ധഭൂമിയിൽ പോവുകയാണ്. നമ്മുടെ രാജ്യം യുദ്ധത്തിൽ കൂടി മോചനം നേടിയാൽ മാത്രമേ നമുക്ക് പ്രണയമിച്ചാലും ഒരുമിച്ച് ജീവിക്കാൻ കഴിയൂ. അപ്പൊ കാമുക പറയാ, ഞാൻ അങ്ങോട്ട് വരിക, ഞാൻ ആ യുദ്ധഭൂമിയിലൂടെ രണ്ടുപേർക്കും മരിക്കുന്നെങ്കിലും മരിക്കാം, ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ജീവിക്കാം, ജീവിതകാലം നമുക്ക് ഒരുമിച്ച് പോവാം. എത്ര മനോഹരമാണ്! നമ്മുടെ നാട് അത്രമാത്രം സമ്പന്നമാണ്. അതുകൊണ്ട് രാജീവ് കുമാർ അദ്ദേഹത്തിന്റെ കൃതികൾ, അദ്ദേഹം ഈ 50 വർഷക്കാലത്തിനിടയ്ക്ക് നേരത്തെ റേഡിയോ നിലയത്തിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു. റേഡിയോ നിലയം എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ആദ്യത്തെ റേഡിയോ പ്രഭാഷണം എൻ്റെത്. ഞാൻ റേഡിയോയിൽ ആദ്യം പ്രഭാഷണം, അതും രാജീവ് കുമാറുമായി ബന്ധമുണ്ട്. ഞാൻ ഫുട്ബോളിനെ കുറിച്ചാണ് പറഞ്ഞത്. ഞാനൊക്കെ ഫുട്ബോൾ കളിക്കാരനാണ്, ശിവകുട്ടി ഫുട്ബോൾ കളിക്കാരനാണ്, രാജീവ് കുമാർ ഫുട്ബോൾ കളിക്കാരനാണ്. ഫുട്ബോളിനെ അത്രമാത്രം പ്രേമിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. കാരണം എന്താ, ഫുട്ബോളും മനുഷ്യരും തമ്മിലൊരു ബന്ധമില്ലേ? അതാണ് കാറൽ മാർക്സ് പറഞ്ഞത്, ഫുട്ബോൾ കളിക്കണം ഓരോ വ്യക്തിയിലും എന്ന്. അത്രമാത്രം ഫുട്ബോളിൽ ലോകതലത്തിൽ മനുഷ്യരെ യോജിപ്പിക്കാനുള്ള ഒരു വലിയ കഴിവുള്ള ഒരു കളിയാണ് ഫുട്ബോൾ കളി. അന്ന് ഫുട്ബോളിനെ കുറിച്ച് പ്രഭാഷണം നടത്തി. 8 മിനിറ്റ് നേരം പ്രഭാഷണം. ആ പ്രഭാഷണം കേട്ടപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, എനിക്ക് മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല, നീ റേഡിയോ പറഞ്ഞില്ലേ. അന്ന് ആകാശവാണിയിൽ പറയാൻ പറയുന്നത് നാട്ടിൽ വലിയ ഗമയാണ്. ഞാനൊന്ന് നടന്നു പോകുമ്പോൾ ആള് പറയും, ആ ചെക്കനെ കേട്ടോ, ചെക്കൻ റേഡിയോ പറഞ്ഞ. നാട്ടുമ്പുറത്ത് എന്തൊരു ഗമയായിരുന്നു. ആ റേഡിയോ നിലയത്തിൽ ഏതാണ്ട് 38 വർഷക്കാലമല്ലേ രാജീവ് കുമാർ? 33 വർഷക്കാലം സർവീസ് ഉണ്ടായ രാജീവ് കുമാർ. മാത്രമല്ല, ആ സർവീസിന്റെ കാലത്ത് ഒരുപാട് യുവാക്കളെ, യുവതികളെ റേഡിയോയിൽ പരിപാടി കൊടുത്തുകൊണ്ട് വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സേവനം നടത്തിയ കാര്യം മറക്കരുത്. അങ്ങനെ എല്ലാ മേഖലയും ഇപ്പൊ പരിധി ബുക്സ്, പരിധി നമ്മുടെ മുമ്പിൽ ഒരു പരിധിയുണ്ട്. ആ പരിധി ബുക്സിൽ നല്ല പുസ്തകങ്ങൾ, നല്ല സെലക്ഷൻ, നല്ല പുസ്തകങ്ങളുണ്ട്, അതിന് നല്ല പ്രചരണമുണ്ട്. അതുകൊണ്ട് എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കുകയും ആ എഴുത്തുകാർക്കുള്ള ഏതെങ്കിലും തരത്തിലുള്ള അവർക്കുള്ള എന്തെങ്കിലും പാകപ്പിഴയുണ്ടെങ്കിൽ അത് തിരുത്താൻ നിരൂപണത്തിലൂടെ വരികയും ചെയ്യുന്ന അദ്ദേഹം ഒരു നല്ല നിരൂപകനായിപ്പോ. നിരൂപണം എന്ന് പറഞ്ഞാൽ 2 തരമുണ്ട്. ഒന്നവനെ കൊല്ലാനുള്ള നിരൂപക, ഇദ്ദേഹം അതല്ല. അദ്ദേഹം നിരൂപകന്റെ കടമ നിർവഹിക്കുന്ന നിരൂപകനാണ്. അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളും മിക്കവാറും ഞാൻ വായിക്കാറുണ്ട്. അവരുടെ രാജീവ് കുമാറിന്റെ ഈ പുസ്തക പരമ്പര ദിഗംബര സ്മരണകൾ വളരെ സന്തോഷത്തോടെ ഞാൻ പറയുന്നു. അത് നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒരറിവിന്റെ ഗ്രന്ഥശേഖരമാണ്. ചരിത്രം അറിയാൻ, പുരാണങ്ങൾ അറിയാൻ, പഴയ കാവ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ, പഴയ എഴുത്തുകാരെ കുറിച്ച് പഠിക്കാൻ. എന്തിനു നമ്മുടെ വാരകുല കൃഷ്ണൻ സാഹിത്യവാരകുലം, അദ്ദേഹമാണ് ആദ്യമായി ഇദ്ദേഹം എഴുതിയ പുസ്തകം ആദ്യം അദ്ദേഹത്തിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാൻ പോയത്. അദ്ദേഹം പറഞ്ഞു, ഉറപ്പാ ഞാൻ വരും. ഉറപ്പല്ലേ? അതെ, ഡേറ്റ് നിശ്ചയിച്ച്. പക്ഷെ അന്നൊരു കത്ത്, എന്താ കത്ത്? എനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലത്ത് പോയിട്ട് വന്നില്ല.
2 തവണ അങ്ങനെ. 3ാമത്തെ തവണയും ഇതുപോലെ ചുറ്റിക്കുമെന്ന് കണ്ടപ്പോൾ ബുദ്ധിമാനായ രാജീവ് 2 കൂട്ടുകാരെയും കൂട്ടിയിട്ട് പോയിട്ട് ആ വീട്ടിൽ വെച്ച് തന്നെ പുസ്തക പ്രകാശനം നടത്തി. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ അറിയാനുണ്ട്. നമുക്കറിയാത്ത പ്രമാണിമാരായ എഴുത്തുകാരുടെ ദൗർബല്യങ്ങൾ അതൊക്കെ തന്നെ വളരെ മനോഹരമായി എഴുതി വെച്ചിരിക്കുന്ന ഒരു പുസ്തകമാണിത്. രാജീവിന്റെ 50ാമത് എഴുത്തിന്റെ 50ാമത് വർഷത്തിൽ ടോട്ടൽ പ്രായം ഞാൻ പറയുന്നില്ല, വയസ്സറിയിക്കാൻ പാടില്ല എന്നാണ് ഇപ്പം ഒരു പൊതു മാനദണ്ഡം. അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഫുട്ബോൾ കളിക്കാരനാണ്, അദ്ദേഹത്തിന് ഒരു 55 വയസ്സ് കാണുമെന്ന് വെച്ചോ. അദ്ദേഹം നല്ല ചെറുപ്പക്കാരനാണ്, സുമുഖനാണ്, സുന്ദരനാണ്, നല്ല ചെറുപ്പക്കാരനാണ്, നല്ല എഴുത്തുകാരനാണ്, വിവേകമുള്ള ആളാണ്, കാര്യങ്ങളെപ്പറ്റി നല്ല പിടിപാടുള്ള ആളാണ്, മാത്രമല്ല തലക്കനമില്ലാത്ത ഒരാളാണ്. ഇന്ന് നമ്മളൊരു കഥ എഴുതിയാൽ പിന്നെ നാട്ടിൽ നടക്കാൻ പറ്റുമോ? ഒരു ഗമയന്തായിരിക്കും കഥ എഴുതിയാൽ. തലക്കനമില്ലാത്ത ഒരാൾ, അങ്ങനെയുള്ള ഒരാളാണ് നമുക്ക് ആവശ്യം. തലസ്ഥാന നഗരിക്ക് രാജീവ് കുമാർ എന്ന് പറയുന്ന എഴുത്തുകാരൻ ഒരു അഭിമാനമാണ് എന്ന കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ പുസ്തകം ഞാൻ നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തെ, നിങ്ങളുടെ എല്ലാം തന്നെ പിന്തുണയോടുകൂടി ഈ പുസ്തകം പ്രകാശനം അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി.